Good afternoon, Miss. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, Miss. Good afternoon. Okay, we can start. Who is going to do prayer? Hello, ma'am. Good afternoon, ma'am. Good afternoon. Prayer. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവഭക്തിയും വിവേകവും തരേണമേതയാണിത്. ഭക്തിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവഭക്തിയും വിവേകവും തരേണമേതയാണിത്. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. താങ്ക് യു, മാം. Okay, what's next? Prayer മാത്രമേ ഉള്ളൂ. Good afternoon, ma'am. Signing. Good afternoon, Jisha ma'am and my friends, myself Anisha Amir. I am thrilled to welcome you all to today's live class. I am very happy to hear today. I learn and grow together. A classroom experience that I really enjoyed. Teachers help us in learning new things. It is a place where we make friends, share ideas, and learn new things together. It is where I feel happy, motivated to do my best. Let's beginning our class with thought action song. Welcome Danya Sudhi for thought action song for Anju KV. Thank you, ma'am. Good afternoon, ma'am. Thought പറയട്ടെ. Today's thought is the content of a book holds the power of education. That it's with this power that we can shape our future and change lives. Malala Yousafzai. She is a female educational activist. ഒരു പുസ്തകത്തിന്റെ ഉള്ളടക്കം വിദ്യാഭ്യാസത്തിന്റെ ശക്തി ഉൾക്കൊള്ളുന്നു. ഈ ശക്തി ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഭാവി രൂപപ്പെടുത്താനും ജീവിതത്തെ മാറ്റാനും കഴിയും. താങ്ക് യു, മാം. Yes, please. Anisha said that somebody is ready to do action song. Action song illi. Hello, good afternoon, ma'am. Good afternoon. Action song, Anna, ma'am. Okay, Anju. Yeah, please. മാം ഓണാക്കാൻ പറ്റില്ല. ഞാൻ വീണിട്ട് റെസ്റ്റിലാണ്. എങ്ങനെ വീണു? ഞാൻ സ്റ്റെയറിന്ന് കാല് തന്നെ വീണതാ. അപ്പൊ മൂട്ടെല്ലിന് പൊട്ടുണ്ട്. അവനെ കിടന്നോണ്ട് തന്നെ പാടിക്കോളാം. Okay, no problem. അഞ്ജു ശരിയായിട്ട് വന്നിട്ട് മതിയോ? കാരണം ആക്ഷൻ സോങ് മീൻസ് വീഡിയോ ഇസ് ദ ഹൈലൈറ്റ്. ആണോ മിസ്സേ? ബാക്കിയുള്ളവരുടെ അഭിപ്രായം ഞാൻ ചോദിച്ചോ. അഞ്ജു യു ടേക്ക് റെസ്റ്റ്. പോരെ? വേറെ ആരെങ്കിലും റെഡി ആയിട്ടുണ്ടോ? ആക്ഷൻ സോങ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല്
വീഡിയോ ഓൺ ചെയ്ത് തന്നെ ചെയ്യണം. സൈൻ ഇനും സൈൻ ഔട്ടും അങ്ങനെ തന്നെയാണ്, വീഡിയോ ഓൺ ചെയ്താണ് ചെയ്യേണ്ടത്. ഓക്കെ, സോ നോ പ്രോബ്ലം. അഞ്ചു ടേക്ക് റെസ്റ്റ്. അപ്പൊ എന്താ ഡോക്ടർ പറഞ്ഞിരുന്നേ? അവിടെ ആയതുകൊണ്ട് പ്ലാസ്റ്ററും വേറെ ഒന്നും ചെയ്യാൻ പറ്റൂല മിസ്സേ. അപ്പൊ കിടന്ന് തന്നെ റെസ്റ്റ് എടുക്കണം, എന്നാലേ എല്ല് കൂടുള്ളൂ. ഇരിക്കാനൊട്ടും പറ്റൂല എനിക്ക്. പിന്നെ കുറച്ചു നേരം ഒന്ന് എണീറ്റ് നിൽക്കും. പുറം ബാക്ക് വശമൊക്കെ വേദന എടുക്കണ കാരണം എണീറ്റ് കുറച്ചു നേരം നിന്നിട്ടാണ് ചായ കുടിക്കണതൊക്കെ. പിന്നെ അത് മരുന്ന് കഴിച്ച് കുറച്ചു നേരം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ടൊന്ന് രണ്ടടി നടന്നതിന് ശേഷം എനിക്ക് കിടക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കിടന്നു കഴിയുമ്പോൾ എനിക്ക് ഗ്യാസ് കയറുന്നുണ്ട്. അപ്പൊ എനിക്ക് ഒട്ടും കിടക്കാനും പറ്റൂല. നെഞ്ചിന്റെ അവിടെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇങ്ങനെ കിടക്കണത് 2 ആഴ്ച കഴിഞ്ഞ് ഇനി 4 ആഴ്ചയും കൂടി കിടക്കണോന്നാണ് രണ്ടാമത് പോയപ്പോ പറഞ്ഞേക്കണത്. അത് എല്ല് കൂടിയിട്ടില്ല. പിന്നെ നല്ല വീഴ്ചയാണ് വീണത്. അപ്പൊ ചതവ് നല്ലോണം പറ്റിയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ കിടക്കണോണ്ട് എനിക്ക് നീരുണ്ട് അവിടെ. ഇപ്പൊ നീര് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അതാ എനിക്ക് നിവർന്ന് തന്നെ കിടക്കാൻ പറ്റൂല. ഞാൻ കുറച്ചു നേരം ചരിഞ്ഞ് കിടക്കും. റൈറ്റും ലെഫ്റ്റ് ആയിട്ട് കുറച്ചു നേരം ചരിഞ്ഞ് കിടക്കും. പക്ഷെ എനിക്കിപ്പൊ നീർക്കെട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ മൊത്തത്തിൽ വേദന. ഇപ്പൊ ഒട്ടും അനങ്ങി കഴിഞ്ഞാൽ എനിക്ക് വേദന കൂടും. അനങ്ങി ഇല്ലെങ്കിൽ വലിയ കുഴപ്പമില്ല. അപ്പൊ മോളാണ് ഫോൺ ഓൺ ആക്കിയൊക്കെ ക്ലാസ് അറ്റൻഡ് ചെയ്യണത്. എനിക്ക് എഴുതാനും പിടിക്കാനൊന്നും പറ്റാറില്ല. അപ്പൊ എനിക്ക് അവരെല്ലാരും ഹെൽപ്പ് ചെയ്യാറുണ്ട്. എന്റെ ഫോണിലോട്ട് എല്ലാരും അന്ന് എടുക്കണതിന്റെ നോട്ട്സും കാര്യങ്ങളും എന്താ ചെയ്യേണ്ടതെന്നുള്ള എല്ലാ മെസ്സേജും എനിക്ക് വാട്സാപ്പിൽ ഇട്ട് തരാറുണ്ട്. പക്ഷെ ക്ലാസ് കേൾക്കാൻ പറ്റും. ഇങ്ങനെ തലക്കും ഭാഗത്ത് കൊണ്ടുവന്ന് വെച്ച് തരും. എനിക്ക് ഒരുപാട് നേരം ഫോൺ കയ്യിലെടുത്ത് പിടിച്ച് അറ്റൻഡ് ചെയ്യാനും പറ്റൂല. എനിക്ക് തല ഇങ്ങനെ ഇതാവും ഫോൺ ഒരുപാട് നേരം നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴും. സ്റ്റാൻഡോ അങ്ങനെ ഉണ്ടോ? ഇല്ല മിസ്സേ, അതൊന്നും ഇല്ല. വീട്ടില് വേറെ ആരൊക്കെയല്ലേ? വീട്ടില് ഞാനും ഹസ്ബൻഡും 2 മക്കളാണ് ഉള്ളത്. മോള് ഇപ്പൊ ഇന്നലെ വരെ ലീവായിരുന്നു. ഇന്ന് തുടങ്ങി ആള് ജോലിക്ക് പോയി. ഇപ്പൊ വീട്ടില് ഞാൻ മാത്രമേ ഉള്ളൂ. മോള് PG MSc കെമിസ്ട്രി ആയിരുന്നു. PG കംപ്ലീറ്റ് ചെയ്ത ആള്. അപ്പൊ വാട്ടർ ടെസ്റ്റ് ചെയ്യണ ഒരു ലാബില് വാട്ടർ QC ആയിട്ട് ജോലി കിട്ടിയിട്ടുണ്ട്. മോൻ ഹൈടെക്കില് പഠിക്കുന്നതാണ്, 2nd ഇയർ. വീട് എവിടെയാ? ഞങ്ങള് വീട് ചേരാനല്ലൂര്, എടപ്പള്ളി ചേരാനല്ലൂര്, മഞ്ഞമ്മേല്. ഓക്കെ, എന്തായാലും 5 റെസ്റ്റ് എടുക്കും. നല്ലപോലെ റെസ്റ്റ് എടുത്താൽ നമുക്ക് ആ കുറവ് ദിവസങ്ങൾ കൊണ്ട് തന്നെ ശരിയാവും. റെസ്റ്റ് ഇതാവുമ്പോഴല്ലേ പിന്നെയും ഡേ എക്സ്റ്റെൻഡ് ചെയ്യേണ്ട വരുന്നത്. ഓക്കെ, കുഴപ്പമില്ല, എല്ലാം ശരിയാവട്ടെ. ശരിയായി വന്നിട്ട് മതി ആക്ഷൻ സോങ് ഒക്കെ. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോ സൈൻ ഇൻ ചെയ്യുന്ന സമയത്ത് വിത്ത് എനി ആക്ഷൻസ് ഒരു റിഥമാറ്റിക് അല്ലെങ്കിൽ ഒരു ഡാൻസിങ് സ്റ്റെപ്പോട് കൂടിയോ നിങ്ങളുടേതായിട്ടുള്ള ഒരു യുണീക് സ്റ്റൈലിലോ സൈൻ ഇൻ ചെയ്യാം. ബട്ട് വീഡിയോ ഓൺ ചെയ്യുവാണെങ്കിൽ നന്നായിരിക്കും. പിന്നെ സൈൻ ഔട്ട് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ. സൈൻ ഇൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾ ക്ലാസ്സിനെ ഗ്രീറ്റ് ചെയ്യുക, ഗ്രീറ്റ് ചെയ്തിട്ട് വെൽക്കം ചെയ്യുക. അതാണ് സൈൻ ഇൻ. എല്ലാവരെയും ക്ലാസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന പോലെ വെൽക്കം ചെയ്യുക. നമ്മളെല്ലാവരും ഈ ക്ലാസ്സിലുള്ളവരാണ്, ഗസ്റ്റ് ആയിട്ട് ആരും ഒന്നുമില്ല. എന്നാലും വി ഹാവ് ടു ഡു ലൈക്ക് ദാറ്റ്. ദെൻ സൈൻ ഔട്ടും സെയിം തന്നെ. പക്ഷെ നമ്മൾ അന്നത്തെ ക്ലാസ് കഴിഞ്ഞ് ബൈ പറഞ്ഞു പോവുകയാണ്. അപ്പൊ പല ക്ലാസ്സിലും വളരെ ഡിഫറെന്റ് രീതിയിൽ, ഡിഫറെന്റ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാൻ കാരണം യുണീക്കിനേക്കാൾ അത് യൂസ് ചെയ്യുന്നതിന് കാരണം ആരും വീഡിയോ ഓൺ ചെയ്യാറില്ല. അതുകൊണ്ടാണ് ചിലര് ഏതെങ്കിലും കോട്ട് പറഞ്ഞിട്ട് സൈൻ ഇൻ സൈൻ ഔട്ട് ചെയ്യും. ചിലര് സ്റ്റോറി പറഞ്ഞിട്ട് സൈൻ ഇൻ സൈൻ ഔട്ട് ചെയ്യും. ചിലര് സൈൻ ഔട്ട് ചെയ്യുന്ന സമയത്ത് അതെനിക്ക് വളരെ എന്താ പറയാ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നി. അന്നത്തെ ക്ലാസ്സിന്റെ ഒരു ബ്രീഫിംഗ് ചെയ്തു, അങ്ങനെ ചെയ്ത് സൈൻ ഔട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ട്രൈ ചെയ്യാം. ബട്ട് ആക്ച്വലി സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾ ക്ലാസ്സിനെ ഗ്രീറ്റ് ചെയ്യുക, എല്ലാരെയും വെൽക്കം ചെയ്യുക, സൈൻ ഔട്ട് എല്ലാവരോടും താങ്ക് യു ബൈ എല്ലാം പറഞ്ഞു പോവാന്നുള്ളത്. ഓക്കെ ഫൈൻ. നമ്മൾ എവിടെ വരെയായിരുന്നു? വേർ വി ഞാൻ എഴുതി വെച്ചിരിക്കുന്ന അനുസരിച്ച് നിങ്ങൾക്ക് യൂണിറ്റ് 2ന്റെയും യൂണിറ്റ് 6ന്റെയും മോക്ക് ടെസ്റ്റ് തരണം എന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ദാറ്റ് മീൻസ് യൂണിറ്റ് 6 കംപ്ലീറ്റ് ചെയ്തോ? യൂണിറ്റ് 6 കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ പാർട്ട് 1ലെ യൂണിറ്റ് 2ഉം 6ഉം മാത്രമാണോ ഞാൻ എടുത്തിട്ടുള്ളൂ? അതെ മിസ്, യൂണിറ്റ് 6ഉം കംപ്ലീറ്റ് ആയിട്ടുണ്ട്.
കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് ആണ് ലാസ്റ്റ് എടുത്തത്. ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞല്ലേ ഉള്ളൂ. ഞാൻ ഓർമ്മിപ്പിക്കണം എന്ന് പറഞ്ഞത് നിങ്ങളുടെ ബാച്ച് ആയിരുന്നു PFA, അതായത് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എടുത്തത്. PDF തന്നിട്ടുണ്ടായിരുന്നു. PDF ഷെയർ ചെയ്തത് ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ. നിങ്ങളത് വായിച്ചു നോക്കിയോ? കുറേ ഉണ്ട്. അത് ഏതോ ഡിഗ്രി കോഴ്സിന്റെ അവരുടെ ഒരു ടോപ്പിക്കാണ്. നമുക്കത് നമ്മൾക്ക് ആവശ്യമുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. ബട്ട് ഇറ്റ്സ് വെരി ബെനിഫിഷ്യൽ ഫോർ അസ്. നമ്മുടെ പേഴ്സണൽ ലൈഫിലും നാളെ നമ്മളൊരു പ്രൊഫഷൻ ഇതിലേക്ക് പോകുമ്പോഴും നമുക്ക് വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും. ചുറ്റുമുള്ളവരെ മനസ്സിലാക്കാനും അതിനനുസരിച്ച് നമുക്ക് പെരുമാറാനും നമ്മുടെ സ്ട്രെസ് മാനേജ് ചെയ്യാനും എന്താണോ നമ്മളുടെ ഒരു സെൽഫ് ഹെൽപ്പ്, സെൽഫ് കെയർ, സെൽഫ് ലവ്, അതിനെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും PFA. പിന്നെ അത് മാത്രല്ല, പഞ്ച് പറഞ്ഞു എല്ലാവരും ക്ലാസ്സിലെടുക്കുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്, എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മോണ്ടിസോറി മെത്തേഡ് തന്നെ അങ്ങനെയാണ്. റെസിപ്രോക്കൽ ഹെൽപ്പ് എന്നൊരു കാര്യമുണ്ട്. മ്യൂച്വൽ ഹെൽപ്പ്, റെസിപ്രോക്കൽ ഹെൽപ്പ്, മോറൽ ഹെൽപ്പ്, ഇത് സെൽഫ് ഹെൽപ്പ്. ഇതെല്ലാം മോണ്ടിസോറി മെത്തേഡാണ്. നമ്മളെ സെൽഫ് ലവ്, സെൽഫ് കൺസേൺ, സെൽഫ് റെസ്പെക്ട്, സെൽഫ് എസ്റ്റീം, സെൽഫ് ഹെൽപ്പ്, ഇതെല്ലാം വേണം. നമ്മളെ തന്നെ കെയർ ചെയ്യണം, നമ്മളെ സ്നേഹിക്കണം, നമ്മൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോഴേ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാനായിട്ട് പറ്റും. ഈ നമ്മൾക്ക് വേണ്ടി ചെയ്യണം എന്ന് പറയുന്നത് സെൽഫിഷ് അല്ല. നമ്മൾ നന്നായിട്ടിരിക്കണം, അല്ലെ? നമ്മളുടെ മനസ്സും ശരീരവും നല്ല ആരോഗ്യമായിട്ടിരുന്നാലാണ് നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രൊഡക്റ്റീവ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ എന്റെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. ലൈക്ക് നമുക്ക് എന്താ പറയാ, പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്നൊരു കഥയുണ്ട് ടി പത്മനാഭന്റെ. നിങ്ങൾ വായിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. നമ്മൾക്കും പ്രകാശം പരത്തുന്നവരായി മാറാനായിട്ട് പറ്റും. ഈ പ്രകാശം, ലൈറ്റ് സ്പ്രെഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ട് രീതിയില്, അത് 3 ടൈപ്പ് ആൾക്കാരുണ്ട് ശരിക്കും. ഒന്ന് പ്രകാശം പരത്തുന്നവര്, അവര് പോസിറ്റീവായിട്ട് എല്ലാം സ്പ്രെഡ് ചെയ്യുന്നു. മറ്റൊന്ന് അന്ധകാരം, അതായത് ഇരുട്ട് പരത്തുന്നവര്, നെഗറ്റീവ് മാത്രമേ. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഇതിലൊന്നും രണ്ടിലും പെടില്ല, രണ്ടും ചെയ്യില്ല, ന്യൂട്രൽ. അങ്ങനെ 3 രീതിയിലുള്ള ആളുകളുണ്ട് നമുക്കിടയിൽ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് കാറ്റഗറി മതി. നമുക്ക് പ്രകാശം പരത്താം. ഇനി ഈ പ്രകാശം നമുക്ക് 2 രീതിയിൽ പരത്താം. ഒന്ന് മെഴുകുതിരി പോലെ സ്വയം എരിഞ്ഞെരിഞ്ഞെരിഞ്ഞ് തീരാം, സാക്രിഫൈസ്, അല്ലെ? ത്യാഗം. മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്ത് നമ്മുടെ ജീവിതം അങ്ങനെ നമുക്ക് ഹോമിക്കാന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു ലെവലിലേക്ക് എത്താന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. നമുക്ക് പറ്റൂല്ല. കാരണം നമുക്ക് ഓൾറെഡി പല കമ്മിറ്റ്മെന്റ് ഉണ്ട്, കുട്ടികളുണ്ട്, ഫാമിലി ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, റിലേറ്റീവ്സ് ഉണ്ട്, പാരന്റ്സ് ഉണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ ത്യാഗം കൂടുതൽ ചെയ്യാൻ പറ്റില്ല. മദർ തെരേസ, അല്ലെ? ഒരു എക്സാമ്പിൾ, ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ മദർ തെരേസയാണ്. സോ അവര് അങ്ങനെ എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്ത ഒരു നല്ല മനസ്സിന്റെ ഉടമയായിരുന്നു. ഇനി നമുക്ക് വേറൊരു രീതിയിൽ പ്രകാശം വരുത്താം. നിങ്ങൾ കണ്ണാടി കണ്ടിട്ടുണ്ടോ? മുഖം നോക്കുന്ന കണ്ണാടി. കണ്ണാടിയുടെ ഒരു പ്രത്യേകത എന്താ? അതിലേക്ക് ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? റിഫ്ലക്ഷൻ സംഭവിക്കൂലേ? തിരിച്ച് പ്രതിഫലനം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. തിരിച്ച് ലൈറ്റ് വരും, അല്ലെ? അതിലേക്ക് ലൈറ്റ്, അപ്പൊ എന്താണോ അതിലേക്ക് വരുന്നത് അത് തിരിച്ചു വരുന്നു. നമുക്ക് കണ്ണാടിയാകും. നമ്മൾ ഒരാളെ പറ്റി പോസിറ്റീവായിട്ട് പറയുമ്പോൾ തിരിച്ച് നമുക്ക് അതും കിട്ടും, അത് തന്നെ നമുക്കും കിട്ടും. അപ്പൊ കണ്ണാടിയാകാനായിട്ട് ശ്രമിക്കുക. നമ്മള് ചില ഫ്രേസസ് ഒക്കെ കേട്ടിട്ടുണ്ട്, ചെങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട, അല്ലെ? അതിന് നമുക്ക് നല്ലൊരു സുഹൃത്തുണ്ടെങ്കിൽ നമുക്ക് കണ്ണാടിയുടെ ആവശ്യമില്ലെന്നല്ലേ പറയുന്നേ? അതുപോലെ നമുക്ക് കണ്ണാടിയാകാം. അപ്പോ മോണ്ടിസോറി മെത്തേഡിൽ വരുന്ന കാര്യങ്ങളാണ് സെൽഫ് ഹെൽപ്പ്, മ്യൂച്വൽ ഹെൽപ്പ്, റെസിപ്രോക്കൽ ഹെൽപ്പ്. റെസിപ്രോക്കൽ ഹെൽപ്പിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ അതിന്റെ കൂടെ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാറുണ്ട് റെസിപ്രോക്കൽ ഹെൽപ്പിന്റെ കൂടെ. അതായത് നമ്മൾ ഒരാളെ സഹായിക്കുമ്പോൾ തിരിച്ച് നമ്മൾക്കൊരു സഹായം കിട്ടുന്നു. കിട്ടിയ സന്തോഷം, പക്ഷെ പ്രതീക്ഷിക്കാതിരിക്കുക. പ്രതീക്ഷിക്കുമ്പോഴല്ലേ വിഷമം വരുന്നത്. സോ മ്യൂച്വൽ ഹെൽപ്പ്, പരസ്പരം സഹായിക്കുക. സെൽഫ് ഹെൽപ്പ്, നമ്മളെ ഹെൽപ്പ് ചെയ്യുക. അതുപോലെ റെസിപ്രോക്കൽ ഹെൽപ്പ്, നമ്മളൊരു ഹെൽപ്പ് ചെയ്യുമ്പോൾ തിരിച്ച് നമുക്കൊരു ഹെൽപ്പ് കിട്ടുന്നു. റിട്ടേൺ കിട്ടുന്ന പോലെ. അത് ചിലപ്പോൾ ആ വ്യക്തിയുടെ തന്നെ ആവണമെന്നില്ല, വേറെ ആരുടെയെങ്കിലൊക്കെ ആകാം. നമ്മളൊരു വീഡിയോ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ, അല്ലെ? ഒരു വാട്സാപ്പ് ഒക്കെ ഇറങ്ങിയ സമയത്ത്, ഇറങ്ങി കുറച്ച് കാലമൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ഈ വീഡിയോ ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു. യൂട്യൂബിലും ഈ വീഡിയോ കാണാം. ഒരു അമ്മയും മോനും കൂടെ, ചൈനീസ് ആണോ എന്താ
ജാപ്പനീസ് ആണോ എന്ന് എനിക്കറിയില്ല. അമ്മയും മോനും കൂടെ ഒരു ഷോപ്പില് മോന്റെ ബർത്ത്ഡേ ആണ് എന്തോ ഇത്. അപ്പൊ മോൻ എന്തോ ഒരു കേക്കോ എന്തോ ഒരു സാധനം ഡിമാൻഡ് ചെയ്തിരിക്കും. അമ്മയുടെ കയ്യില് ക്യാഷ് ഇല്ല. പിന്നെ വാങ്ങിത്തരാൻ എന്തോ പറയും. ഇത് കണ്ടുകൊണ്ട് നിന്നൊരു യങ് ആയിട്ടുള്ള ഒരു മാൻ, അയാള് വന്നിട്ട് അത് ആ കുട്ടിക്ക് വാങ്ങിച്ചു കൊടുക്കുന്നു. ഒരു നോട്ട് എന്തോ കയ്യിൽ കൊടുക്കുക. നോട്ട് ഞാൻ മറന്നുപോയി, എന്തോ ഹെൽപ്പോ ലവ് അങ്ങനെ എന്തോ പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം ഈ മോൻ വലുതാവുകയാണ്. അപ്പം ഇയാൾ ഇതുപോലെ ഒരു ബേക്കറിയിൽ ഇങ്ങനെ ചെല്ലുമ്പോൾ ഒരു കൊച്ചുമോളും അമ്മൂമ്മയും കൂടെ വന്നിരിക്കുക അപ്പന്റെ ബർത്ത്ഡേക്ക് കേക്ക് വാങ്ങാനായിട്ട്. പക്ഷെ അവരുടെ കയ്യിൽ ക്യാഷ് ഇല്ല ആ കേക്ക് വാങ്ങാൻ. അപ്പൊ ഈ പയ്യൻ ആ കേക്ക് തന്നെ വാങ്ങിച്ചിട്ട് അന്ന് ആ മോന് കിട്ടിയ സെയിം നോട്ട് അതിൽ എഴുതി കൊടുക്കും, ഒരു മെസ്സേജ് എഴുതി കൊടുത്തു വിടും. അങ്ങനെ ഇവര് വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ അപ്പൂപ്പൻ വയ്യാണ്ട് ഇങ്ങനെ കിടക്കാണ്. ആ ഒരു കേക്ക് കൊടുക്കും. ചോദിക്കും ഇത്രയും കാശ് എവിടെ നിന്ന് കിട്ടിയെന്ന് പറയുമ്പോ ഒരു യങ്മാൻ തന്നതാണെന്ന് പറഞ്ഞ ആ നോട്ട് കൊടുക്കും. ഈ നോട്ട് കൊടുത്ത അത് വായിക്കുമ്പോഴേക്കും ആ അപ്പൂപ്പന്റെ മുഖത്ത് ഭയങ്കര ഒരു പ്രകാശ. കാരണം ഈ സെയിം മെസ്സേജ് പണ്ട് അയാൾ ഒരു ചെറിയ കുട്ടിക്ക് കൊടുത്തതാണ്. ആ ചെറിയ കുട്ടിയാണ് ഇപ്പോ തിരിച്ച് അത്. അപ്പൊ അതിന് നല്ലൊരു വീഡിയോ, നല്ലൊരു മെസ്സേജാണ്. നമ്മളുടെ മക്കളെ കാണിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പൊ എനിക്ക് ഈ റെസിപ്രോക്കൽ ഹെൽപ്പ് പറയുന്നപ്പോ അതാണ് ഓർമ്മ വന്നത്. നമ്മളെപ്പോഴും പരാതി പറയാതിരിക്കുക. ഞാൻ ഇത്രയും ചെയ്തിട്ട് എനിക്ക് തിരിച്ച്, അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാതിരിക്കുക. അങ്ങനെ എക്സ്പെക്ടേഷൻ ഇല്ലെങ്കിൽ നമുക്ക് മനസ്സമാധാനം ഉണ്ടാവും കേട്ടോ. നമ്മൾ ഈ പ്രതീക്ഷിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സമാധാനം മുഴുവൻ പോകുന്നത്. അപ്പൊ ഓക്കെ. അപ്പൊ PFA നിങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ വായിക്കുക. നല്ലൊരു കണ്ടന്റ് ആണ്. കുറേ കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ബട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും പലപ്പോഴും. അങ്ങനെ വായിക്കുക കേട്ടോ. അപ്പൊ ഇനി നമ്മള് അപ്പൊ 6 യൂണിറ്റും കഴിഞ്ഞു, യൂണിറ്റ് 2 കഴിഞ്ഞു. നിങ്ങൾ ചെയ്ത അസൈൻമെന്റ്സ് ഞാനൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് തന്നത് ക്ലാസ് റൂമിൽ ഞാൻ ഇട്ടിട്ടില്ലെങ്കിൽ എന്നോടൊന്ന് പറയണം കേട്ടോ. ഹെൽത്ത് റിലേറ്റഡ് ഫ്രേസസ് എല്ലാരും ചെയ്തോ? ചെയ്തു മാം. ഓക്കെ. കമ്പാരിസൺ ബിറ്റ്വീൻ ഹെൽത്തി ആൻഡ് അൺഹെൽത്തി പീപ്പിൾ, അത് ഞാൻ ക്ലാസ് റൂമിൽ ഇട്ടിരുന്നു. ഇട്ടു. ചെയ്തായിരുന്നു. പിന്നെ 10 ഇൻഡിവിജ്വൽസിനെ മീറ്റ് ചെയ്ത് അവരോട് ഹെൽത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഹെൽത്തി കഴിഞ്ഞു മാഡം. അത് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നോ? എനിക്ക് തന്നത് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്തെങ്കിലും അസൈൻമെന്റ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല. TV പ്രോഗ്രാംസ്, യൂട്യൂബ്, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഞാൻ ചെയ്തിട്ടുണ്ടോ? ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടോ? ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള TV പ്രോഗ്രാം. ഹെൽത്ത് പ്രോഗ്രാംസ്. ഇപ്പൊ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തില്ലേ എല്ലാവർക്കും, മക്കൾക്കൊക്കെ? നമ്മളുടെ അംഗൻവാടികള് പക്ഷെ അവധിയല്ലല്ലോ. അല്ല. ഓക്കെ. അപ്പൊ നിങ്ങളിപ്പോ കുറെ ചാർട്ടും ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങളും ഒക്കെ കളക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ? അപ്പൊ ഫസ്റ്റ് യൂണിറ്റ് ഫിസിക്കൽ ഫിറ്റ്നസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യം, കോവിഡ് സമയത്ത് ഭയങ്കരമായിട്ട് എല്ലായിടത്തും ഉണ്ടായിരുന്ന ഒരു പോസ്റ്റർ ആയിരുന്നു ഹാൻഡ് വാഷിംഗ് ടെക്നിക്സ്. പരസ്യങ്ങൾ, ആഡുകളൊക്കെ കണ്ടിരുന്നു. അപ്പൊ നിങ്ങൾക്ക് അംഗൻവാടി, നിങ്ങൾക്ക് പരിചയമുള്ള തൊട്ടടുത്ത അംഗൻവാടി ഉണ്ടെങ്കിൽ ഒന്ന് അവിടെ ചെന്നിട്ട് ഞാൻ ഹെൽത്തി ഹാബിറ്റ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ ഹെൽത്തിനെ കുറിച്ചോ ഞാനൊരു ക്ലാസ് എടുക്കാം. കുഞ്ഞുങ്ങൾക്കാവുമ്പോ ഇതുപോലെ പ്ലക്കാർഡ്സ് ഒക്കെ പിടിച്ച ഒരു കഥയൊക്കെ പറഞ്ഞൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ അവർ ഇൻട്രസ്റ്റ് ആയിട്ട് കേട്ടിരിക്കും. കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല അവരുടെ അമ്മമാർക്കും എടുക്കാം. പിന്നെ അതുപോലെ തന്നെ അംഗൻവാടികളിൽ പലപ്പോഴും ആ ഏരിയയിൽ വരുന്ന അഡോളസന്റ് ഗ്രൂപ്പിലെ കുട്ടികളെ വിളിച്ച് അവർക്ക് ക്ലാസ് കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റുവാണെങ്കിൽ നമുക്കൊരു ചാൻസ് ആണ്, പ്രാക്ടീസ് ആണ് അല്ലെ? നമ്മള് ടീച്ചിങ് പ്രാക്ടീസിന് പോകേണ്ട സമയമാകുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെയുള്ള രീതിയിലൊക്കെ ഒരു ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് കൂടും. നിങ്ങൾക്കൊരു ഇന്റർവ്യൂവിന് പോകുമ്പോഴാണെങ്കിലും നമ്മൾ പഠിച്ചല്ലോ ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് അത് അറിയാന്നുള്ളത് മാത്രമല്ല നമ്മളത് അപ്ലൈ ചെയ്യാന്നുള്ളത്. അപ്പൊ നമ്മൾ പഠിച്ച ഈ കാര്യങ്ങൾ നമുക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ടോപ്പിക്സ് സെലക്ട് ചെയ്യാം. ഒരു 30 മിനിറ്റ്സ് ഒക്കെ ചിലവരെ സമ്മതിക്കും കേട്ടോ. നമുക്ക് പരിചയമുള്ള ടീച്ചറൊക്കെയാണ്. അവരെന്ന് പറഞ്ഞാൽ ഓൾറെഡി പുറത്ത് ആളെ വിളിച്ച് ക്ലാസ് എടുക്കാനായിട്ട് അവരിങ്ങനെ അന്വേഷിക്കുന്നവരാ. പക്ഷെ പലരും ഈ പേയ്മെന്റ് ചെറിയൊരു ഫണ്ടല്ലേ അവർക്ക് കിട്ടുന്നുള്ളൂ. നമുക്ക് വേണ്ടി ചാൻസ് കിട്ടുന്നതല്ലേ. നമുക്ക് പേയ്മെന്റ് ഒന്നും വേണ്ട. തൊട്ടടുത്തൊരു അംഗൻവാടിയിൽ പോയി ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു 45 മിനിറ്റ്സ് നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ല കാര്യമായിരിക്കും. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്തു നോക്ക്. ചിലപ്പോ അവര് സമ്മതിക്കും.
അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, കൊച്ചു കുട്ടികളുണ്ട് 6 വയസ്സ് വരെയുള്ള, അല്ലെങ്കിൽ 5 ആ ഒരു ഏജ്, 5 അല്ല 4 വയസ്സ്, എത്ര വയസ്സ്, 6 വയസ്സൊക്കെ വരെയുള്ള കുട്ടികളല്ലേ അവിടെ ഉണ്ടാകുന്നത്. അപ്പൊ ആ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നമ്മൾ എടുക്കണം. ചുമ്മാ സംസാരിച്ച ലെക്ചർ എടുക്കാതെ അവരാകുമ്പോ നമുക്ക് നല്ല കളർഫുൾ ആയിട്ടുള്ള ചാർട്ടൊക്കെ കൊണ്ടുപോകാം. ലൈക്ക് ഇപ്പം ഫുഡ് കഴിക്കാൻ, പച്ചക്കറികൾ കഴിക്കാനും ഒക്കെ കഴിക്കാനൊക്കെ ആയിട്ട് മടിയുള്ള, ഭക്ഷണം കഴിക്കാൻ മടിയുള്ള കുട്ടികളുണ്ടാവും. അപ്പൊ അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആ ഒരു ഫുഡിനെ പറ്റിയും അതിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയൊക്കെ കഥ പറഞ്ഞോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇറ്റ്സ് അപ് ടു യു. പിന്നെ അമ്മമാര് വരുമ്പോൾ അമ്മമാർക്ക് അതിനനുസരിച്ച് ആ ഒരു ഹെൽത്തി അൺഹെൽത്തി കമ്പാരിസൺ, അതിനൊപ്പം തന്നെ എന്താണ് ഹെൽത്തി ആയിരിക്കാൻ എന്തൊക്കെ ചെയ്യണം. പലപ്പോഴും അമ്മമാര് പലതും ശ്രദ്ധിക്കാറില്ല, പല കാര്യങ്ങളും അങ്ങനെയൊക്കെ വരാറുണ്ട്. സോ അതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ അതൊക്കെ ഒന്ന് തന്നെ ചെയ്യാം, അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഓക്കെ. ചാപ്റ്റർ എടുക്കുന്ന സമയത്ത് മാം ഒക്കെ പറഞ്ഞിരുന്നു ഈ ഹെൽത്തി ഹാബിറ്റ്സിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്ത് വെക്കണം എപ്പോഴെങ്കിലും ആവശ്യം വരും എന്നുള്ളത്. ഏതാ, അംഗൻവാടി പോയി ചെയ്യാനാണോ? അതിന്റെ കാര്യം പറഞ്ഞിരുന്നില്ല, പക്ഷെ ഹെൽത്തി ഹാബിറ്റ്സിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്ത് വെക്കാൻ പറഞ്ഞിരുന്നു. ഓക്കെ. നോക്കൂ, നമുക്കിതൊരു ചാൻസ് പ്രസന്റ് ചെയ്യാൻ. ചില ബാച്ചിലൊക്കെ ചെയ്തു, ചില അംഗൻവാടികൾ അത്ര പ്രൊമോട്ട് ചെയ്തില്ല എന്ന് പറയണ്ടായിരുന്നു. എന്നാലും അവർക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും അത്. ഹെൽത്തിനെ കുറിച്ചിട്ട് പറയാണോ മാം? കുഞ്ഞു കുട്ടികളുടെ അടുത്ത് അങ്ങനെ പറയുമ്പോ അത് നിങ്ങളൊരു സ്റ്റോറിയിലൂടെയോ ഒരു ആക്ഷൻ സോങ്ങിലൂടെയോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യിക്കാലോ. അതുപോലെ അവര് ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതൊക്കെ മാം പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ അവർക്കും കൂടെ മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ പോരെ. നിങ്ങൾക്കൊരു കഥ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, വൈറസ് അതിനകത്തൊരു ക്യാരക്ടർ കുട്ടിയെ ആക്രമിക്കാനാക്കി വരുന്നു. അതായത് കൈയൊന്നും ശരിക്കും അല്ലെങ്കിൽ പല്ലൊന്നും ശരിക്കും തേക്കാത്ത കുട്ടിയെ ആക്രമിക്കുന്നു. അതേസമയം നല്ലപോലെ കൈയും ഇതൊക്കെ കഴുകുന്ന കുട്ടിയുടെ അടുത്തെത്തുമ്പോഴേക്കും വൈറസ് എല്ലാം കഴുകുമ്പോഴേക്കും വൈറസ് ചത്തുപോകും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടൊരു സ്റ്റോറി, അതൊരു പ്ലക്കാർഡ് പോലെ ചെയ്യാലോ. ഒരു വൃത്തികെട്ട ഷേപ്പ് ആയിരിക്കുമല്ലോ ഈ വൈറസിന്, അതൊരു പ്ലക്കാർഡിൽ ചെയ്യാം. പിന്നെ ഒരു കുഞ്ഞുകുട്ടിയെ ആയിട്ട് ഇങ്ങനെ വെക്കുക. അത് കുട്ടികളെ കൊണ്ട് വേണമെങ്കിൽ അഭിനയിപ്പിക്കാം, അല്ലെങ്കിൽ നമ്മൾ തന്നെ ചെയ്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യും മാസ്ക് ഒക്കെ ഉപയോഗിച്ചിട്ട്. നിങ്ങൾക്ക് 3 റൈംസിന്റെ കാര്യം ഞാനിപ്പോ ഒന്ന് പറയാം. പറഞ്ഞിരുന്നോ? ഇല്ല മാം. അതായത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പോകുമ്പോൾ നമ്മൾ കുട്ടികളെ ലാംഗ്വേജ് ഏരിയയിൽ പഠിപ്പിക്കേണ്ടത് ആൽഫബറ്റ്സ് പഠിപ്പിക്കേണ്ടതുണ്ട് അല്ലെ? മാത്തമാറ്റിക്കൽ ഏരിയയിൽ നമ്പേഴ്സും പഠിപ്പിക്കണം. പിന്നെ തീർച്ചയായിട്ടും കുട്ടികളെ നമ്മളിപ്പോ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഒക്കെ പഠിച്ചപ്പോൾ സ്കൂളിൽ നിന്ന് ഇതിന്റെ ഒരു അവയർനെസ് കൊടുക്കണം. സ്കൂളാണ് ഫണ്ടമെന്റൽ, ഇതെല്ലാം തുടങ്ങുന്ന സ്കൂളിൽ നിന്നാണ്. അങ്ങനെ ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പോ ഹെൽത്തി ഹാബിറ്റ്സും പഠിപ്പിക്കണം അല്ലെ? ചുമ്മാ ബോഡി പോയി എഴുതി വെച്ച് നമ്മൾ കുറെ ക്ലാസ് പോലെ എടുത്തു കഴിഞ്ഞാൽ കൊച്ചു കുട്ടികൾക്ക് അത് അത്ര പെട്ടെന്ന് അവരുടെ ഉള്ളിലേക്ക് കടക്കുമോ? ബുദ്ധിമുട്ടല്ലേ? സോ നമുക്ക് റൈം എഴുതാം, അല്ലെങ്കിൽ സ്റ്റോറി എഴുതാം. അപ്പൊ ആൽഫബറ്റ്സ് പഠിപ്പിക്കാനായിട്ട് ആൽഫബറ്റ്സിന്റെ ഒരു റൈം ആക്ഷൻ സോങ് പോലെ ആണെങ്കിൽ പെട്ടെന്ന് അവര് അത് പഠിക്കുകയും ചെയ്യും. അവരത് നമ്മുടെ കൂടെ ചേർന്നവര് അത് പാടുകയും ചെയ്യും അല്ലെ? അതുപോലെ തന്നെ നമ്പേഴ്സ് പഠിപ്പിക്കാനും ഇതുപോലെ ഒരു റൈം അല്ലെങ്കിൽ ഒരു സ്റ്റോറി ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും. ഹെൽത്തി ഹാബിറ്റ്സ് പഠിപ്പിക്കാൻ ആക്ഷൻ സോങ്ങിലൂടെ ഒരു റൈം ഉണ്ടെങ്കിൽ നമ്മളൊരു ചാർട്ട് പേപ്പറിൽ അതിന്റെ ഓരോ പിക്ചർ ഒട്ടിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് കുട്ടികളെ പഠിപ്പിക്കാം. ഇപ്പൊ ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ പോകുമ്പോൾ നമുക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 റൈംസും നിങ്ങൾക്ക് റെക്കോർഡ്സ് ഉണ്ട്, റെക്കോർഡിൽ എഴുതേണ്ടതാണ്. റെക്കോർഡ് ഡീറ്റെയിൽസ് ഞാൻ നെക്സ്റ്റ് പാർട്ട് ഒരു പകുതി ആകുമ്പോഴേ റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് പറയുള്ളൂ. അപ്പോഴേക്കും ചെയ്തു തുടങ്ങിയാൽ മതി. ഇപ്പം പറഞ്ഞിരുന്നോ റെക്കോർഡ് ഡീറ്റെയിൽസ്? പറഞ്ഞിട്ടില്ല. അപ്പൊ എനിക്ക് ഒരു 2-3 ആഴ്ച കഴിയട്ടെ, അപ്പോഴേക്കും റെക്കോർഡ് ഡീറ്റെയിൽസ് തരാം. അതോ തരണോ? വെക്കേഷൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പമാണ്, അങ്ങനെ ഒരു ഇതുണ്ടോ? എളുപ്പാണ് മാം, കുഴപ്പമൊന്നുമില്ല. നേരത്തെ തന്നാ ചെയ്ത് വെക്കാറുണ്ടോ? ഒരു കാര്യം ചെയ്യാം, അതൊന്ന് ഷെയർ ചെയ്യാം. കേട്ടില്ല.
അതിലാണ് എഴുതേണ്ടത്. റെക്കോർഡ് അസൈൻമെന്റ് തരൂലേ, ആ റെക്കോർഡ് ബുക്കിലാണ് അല്ല നമുക്ക് റെക്കോർഡിന്റെ സെപ്പറേറ്റ് നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ റെക്കോർഡ് എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ? കെമിസ്ട്രി ഫിസിക്സ് റെക്കോർഡ് ഒക്കെ എഴുതിയവരില്ലേ? അതുപോലത്തെ ബുക്കിലാണ് ഇപ്പൊ അസൈൻമെന്റ് എഴുതുന്നത്. ഞാൻ കവർ ചെയ്തേക്കുവാണേ. ഇങ്ങനെയൊക്കെ ഫ്രണ്ട് പേജ് ഒക്കെ ഉള്ള റെക്കോർഡില്ലേ, ഇതുപോലത്തെ ഒക്കെ. ആദ്യം പറയാൻ പോകുന്നത് ഈ റെക്കോർഡിനെ കുറിച്ചാണ്. അതിന്റെ ഡീറ്റെയിൽസ് ഇപ്പൊ ഷെയർ ചെയ്യാം. അപ്പൊ നമ്മളുടെ മറ്റു ബാച്ചിലെ കുട്ടികളൊക്കെ വാങ്ങിച്ചപ്പോ 60, 80, 90, 110, 120 റുപ്പീസ് ഒക്കെ ആയി എന്നൊക്കെ പറയുന്നു. ചിലര് വാങ്ങിച്ചപ്പോ കുറെ പേജുള്ള വലിയ റെക്കോർഡായി പോയി. അപ്പൊ 2 അതിനകത്ത് എഴുതിക്കോട്ടെ എന്നൊക്കെ ചോദിച്ചു. 2 എഴുതാനുള്ള പേജസ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, 2 സ്പ്രെഡ് ചെയ്തിട്ട് എവിടെയെങ്കിലും കൊടുത്തൊന്ന് ബൈൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാൻ പറഞ്ഞു. വേറൊന്നുമല്ല, നമ്മൾ ചില സ്ഥലങ്ങളിൽ ഇന്റർവ്യൂവിന് പോകുമ്പോൾ അവര് ചോദിക്കും നമ്മൾ ചെയ്ത റെക്കോർഡ്. നമ്മൾ 2 ടോപ്പിക് ഒരു റെക്കോർഡിൽ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സുഖം ഉണ്ടാവില്ലല്ലോ. അത് ഞാൻ പറഞ്ഞു കൊടുത്തു, അല്ലാതെ എനിക്കതൊരു പ്രോബ്ലം ഇല്ല. റെക്കോർഡ് ബുക്കിൽ തന്നെ ചെയ്യുവാണെങ്കിൽ ഇത് നീറ്റ് ആയിട്ടിരിക്കും. ഞാൻ 8 വർഷം മുമ്പ് ചെയ്തതാണ്, അത് വലിയ കുഴപ്പമൊന്നുമില്ല. അന്നത്തെ കവർ തന്നെ ആയിരിക്കുന്നുണ്ട്. അന്ന് ഞാൻ എഴുതിയ ഇതും പോയിട്ടൊന്നുമില്ല. സോ തന്നെത്താനെ ചെയ്തത് കൊണ്ടാണ് ഇത് കളയാതെ സൂക്ഷിച്ചു വെച്ചത്. എവിടെയെങ്കിലും ഒക്കെ നോക്കി കോപ്പി അടിക്കുമായിരുന്നെങ്കിൽ ഇത് കണ്ടേ കളഞ്ഞേനെ. നമ്മൾ തന്നെ എഫേർട്ട് എടുത്ത് ചെയ്ത ഒരു കാര്യം ആയതുകൊണ്ട് നമുക്ക് അത്രയും പ്രിയപ്പെട്ടതായിരിക്കുമല്ലോ. ഫസ്റ്റ് റെക്കോർഡാണ്. നിങ്ങൾക്ക് 5 റെക്കോർഡ് ഉണ്ട്, നിങ്ങൾക്ക് വായിച്ചാൽ കാണാൻ പറ്റും. ഓരോ റെക്കോർഡിന്റെ പേരൊന്ന് വായിച്ചു നോക്കിക്കോളൂ. വെക്കേഷൻ സമയത്ത് കുറച്ച് കുട്ടികളെ പഠിപ്പിക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അധികം ഇല്ലല്ലോ, എഴുതാൻ പറ്റുമല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനകത്ത് ഫസ്റ്റ് റെക്കോർഡാണ് ആദ്യം എഴുതാൻ പോകുന്നത്. എന്ന് വെച്ചാൽ അത് ഇച്ചിരി എളുപ്പമാണ്, അതുകൊണ്ടാണ് കേട്ടോ. ബാക്കി 2ും 3ും റൈമും സ്റ്റോറിയാണ്. അത് നമ്മളുടെ ഒരു ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി ഒക്കെ ഭാവന ഉണരണം. അതാണ് നമ്മൾ തന്നെ എഴുതേണ്ട റൈംസും സ്റ്റോറിയാണ്. എവിടെ നോക്കി നമുക്ക് കോപ്പി അടിക്കാൻ പാടില്ല, നമ്മൾ തന്നെ താനെ എഴുതണം. ഓരോന്നിനും ഓരോ തീം ഉണ്ട്, തീം അനുസരിച്ച് എഴുതിയാൽ മതി. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ആൽഫബറ്റിക്കൽ സോങ്സ്, നമ്പർ സോങ്സ്, ഹെൽത്തി ഹാബിറ്റ്സ് ടൈപ്പ്, മോറൽ ടൈപ്പ്, പിന്നെന്താ ക്വസ്റ്റ്യൻ ആൻസർ ടൈപ്പ്, റിഡിൽ ടൈപ്പ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് റൈംസിൽ വരുന്നത്. പിന്നെ സ്റ്റോറിയിലും അതുപോലെ തന്നെ ഒരു മോറൽ വാല്യൂ കൊടുക്കുന്ന ഒരു സ്റ്റോറി വേണം. പിന്നീട് ഒരു ഡ്രാമ എഴുതണം. കേട്ട് പേടിക്കൊന്നും വേണ്ട, നമുക്കത് പറ്റും. കാരണം എത്രയോ പേര് അയ്യോ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞവര് അവര് പറയാ എഴുതാനായിട്ട് അങ്ങ് ഇരിക്കുമ്പോ എവിടെ നിന്നൊക്കെയാ വരണേന്ന് അറിയില്ല, അതുപോലെ ഐഡിയാസ് വന്നു ഒക്കെയാണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ മൈ കളക്ഷൻ ബുക്ക്. ഇത് വളരെ ഫെമിലിയർ ആയിരിക്കും നിങ്ങൾക്ക്. കുട്ടികളെ കൊണ്ട് നിങ്ങൾ നമ്മുടെ സ്വന്തം മക്കളെ കൊണ്ട് സ്കൂളിലേക്ക് വേണ്ടിയിട്ട് ചെയ്യിച്ചിട്ടുണ്ടാവും. ഡിഫറെന്റ് ഫ്ലവേഴ്സിന്റെ പിക്ചേഴ്സ് കളക്ട് ചെയ്യുക, ഡിഫറെന്റ് അനിമൽസ്, അത് തന്നെ വൈൽഡ് അനിമൽസും ഡൊമസ്റ്റിക് അനിമൽസും, പിന്നെ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഹോം അപ്ലയൻസസിന്റെ, സ്കൂളിലെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ്, പിന്നെ ട്രീസ്, ഫ്രൂട്ട്സ്, ഫിഷസ്, അങ്ങനെ കുറെ കാര്യങ്ങൾ. ഇതെല്ലാം കളക്ട് ചെയ്യുക, വേറെ ഒന്നും ചെയ്യണ്ട. ചിലർ ചോദിച്ചു വരച്ചോട്ടേന്ന് ചോദിച്ചു. വരയ്ക്കാൻ അറിയുന്നവർക്ക് വരയ്ക്കാം, അല്ലാത്തവർ വാങ്ങിച്ച് കട്ട് ചെയ്ത് ഒട്ടിച്ചാൽ മതി. പിന്നെ ഈ നാണയങ്ങള്, പഴയ നാണയത്തിന്റെ പിക്ചർ അങ്ങനെയൊക്കെ പറ്റുമോ? എന്ത് പറ്റും. ഞാൻ കുറച്ച് ലിസ്റ്റേ തന്നിട്ടുള്ളൂ. നിങ്ങൾക്ക് കൂടുതലായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അഡീഷണലി നിങ്ങൾക്ക് ചേർക്കാം. ഇതിപ്പോ നമുക്ക് മറ്റേ ഇന്റർവ്യൂലൊക്കെ നമുക്ക് വേണം എന്നാണ് പറഞ്ഞത്, അത്യാവശ്യമല്ലേ? ചില സ്കൂളുകളിൽ, പ്രത്യേകിച്ച് മോണ്ടിസോറി സ്കൂളുകളിൽ ഇന്റർവ്യൂവിന് നമ്മുടെ കുട്ടികൾ ചെന്നപ്പം അവര് കാണിക്കാൻ പറഞ്ഞു ചെയ്ത വർക്കുകൾ. പിന്നെ ഞാനൊരു റിക്വസ്റ്റ് ഒന്ന് പറയട്ടെ, എല്ലാ വർക്കും നിങ്ങൾ പെൻഡിങ്ങിൽ വെക്കാതെ അപ്പൊ തന്നെ ചെയ്ത് തുടങ്ങുക കേട്ടോ. കാരണം ഇപ്പൊ ഫസ്റ്റ് 3 ബാച്ചിന്റെ വൈവ നടക്കുക, പലരും ചെയ്തിട്ടേ ഇല്ല. ഇതെല്ലാം ഞാൻ എല്ലാവർക്കും ആദ്യം തന്നെ കൊടുത്തതായിരുന്നു. പക്ഷെ അവരൊക്കെ പിന്നത്തേക്ക് മാറ്റി വെച്ച് പലരുടെയും ഇൻകംപ്ലീറ്റ് ആണ്. നല്ലപോലെ ചെയ്തവരും ഉണ്ട്, നല്ല നീറ്റായിട്ട് എല്ലാം ചെയ്തവരും ഉണ്ട്, അതുപോലെ തന്നെ ഒന്നും ചെയ്യാത്തവരുണ്ട്. എല്ലാവർക്കും നമ്മൾ ഒരേപോലെ ടൈമാണ് കൊടുത്തത്, പക്ഷെ അവരത് അത്ര ഇമ്പോർട്ടൻസ് ആയിട്ട് എടുത്തില്ല. അതാണ് പറ്റിയത്. ഒരു കുട്ടി മോണ്ടിസോറി സ്കൂളില് ഇന്റർവ്യൂവിന് പോയപ്പോ അത് എല്ലാം കൊണ്ടുപോയി. സർവേ ചെയ്യണമായിരുന്നു, സർവേ ഉണ്ട്, അസൈൻമെന്റ്സ്, പിന്നെ ഈ റെക്കോർഡ്സ് എല്ലാം അവര് നോക്കിയെന്ന് പറഞ്ഞു.
കാരണം അവർക്ക് ആക്ടിവിറ്റീസ് ആണ് മോണ്ടിസോറി മെത്തേഡിൽ കൂടുതൽ തിയറിയേക്കാൾ. തിയറി നമ്മൾ അപ്ലൈ ചെയ്യുന്നു ത്രൂ ആക്ഷൻസ്. അതാണ് വ്യത്യാസം സാധാരണ ഒരു കോഴ്സിനും തമ്മിൽ. നമ്മൾ ഇതൊന്ന് അപ്ലൈ ചെയ്ത ഫുൾ ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ്. അപ്പം അതാണ് ഈ ഓരോന്നും തരുന്നത്. അപ്പൊ ഫസ്റ്റ് റെക്കോർഡ് മൈ കളക്ഷൻ ബുക്കിലെ ആദ്യത്തെ ടോപ്പിക് ആണ് പ്രോവേർബ്സ്. പ്രോവേർബ്സ് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, പഴഞ്ചൊല്ലുകള്. എല്ലാം ഇംഗ്ലീഷിൽ എഴുതണം കേട്ടോ. പ്രോവേർബ്സ് ഞാൻ എഴുതിയിരിക്കുന്നത് അറ്റ്ലീസ്റ്റ് 10 എണ്ണമെങ്കിലും എഴുതണം എന്നാണ്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എഴുതാം, പക്ഷെ ഒരു മിനിമം 10 പ്രോവർബെങ്കിലും ഉണ്ടായിരിക്കണം. പിന്നെ നമ്മൾ എഴുതുന്ന എന്തും കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ, അവരിലേക്ക് നല്ലൊരു മെസ്സേജ് കിട്ടുന്ന രീതിയിൽ വേണം എന്തും എഴുതാൻ. കഥയാണെങ്കിലും റൈംസ് ആണെങ്കിലും ഇതുപോലെ പ്രോവേർബ്സ് ആണെങ്കിലും അവർക്ക് പറഞ്ഞു കൊടുത്താൽ യെസ് ഇതെന്ന് പറയുന്ന ഇതാണ്, ഇതിങ്ങനെ ഒരു മെസ്സേജ് അതിലുണ്ടെന്നുള്ളത് അവർക്ക് മനസ്സിലാകണം. അപ്പോ ഇത് മാഡം, പഴഞ്ചൊല്ല് ഇങ്ങനെ എഴുതുമ്പോ വിഷയമൊന്നുമില്ല, എല്ലാ പഴഞ്ചൊല്ലും എഴുതാം. പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നുമില്ല. അറിയാവുന്ന ഏതെങ്കിലും ഒന്ന് പറഞ്ഞു. പഴഞ്ചൊല്ല് പതിരില്ല, പിന്നെ 10 ഗുണം 10 ഗുണം ഇംഗ്ലീഷിൽ എഴുതണോട്ടോ. ലുക്ക് ബിഫോർ യു ലീപ്. റെക്കോർഡ് ബുക്ക് വേണമെന്നാ അപ്പൊ മിസ് പറഞ്ഞത്? 5 എണ്ണം. ഓക്കെ. പിന്നെ ചിലര് വലിയ കോളേജ് നോട്ട്ബുക്ക് വാങ്ങിച്ചിട്ട് എഴുതിയിട്ടുണ്ട്, പക്ഷെ നല്ലതുപോലെ കവർ ചെയ്ത് സെക്യൂർ ചെയ്യണം റിപ്പോർട്ട്. ഇപ്പൊ ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോ ടീച്ചർമാരൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്, അവരെ സംബന്ധിച്ച് വേറെ സ്കൂളിലേക്കൊന്നും നോക്കുന്നില്ല. then they can choose anyway. ബട്ട് അതിന്റെ അർത്ഥം അവര് ചെയ്യേണ്ടതെന്നല്ല കേട്ടോ. അതേസമയം നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഇത് നമ്മൾ പ്രസന്റ് ചെയ്യേണ്ടത് ആയിട്ട് വരുവാണെങ്കിൽ ആ ഒരു ഇത് മനസ്സിൽ വെച്ചിട്ട് വേണം റെക്കോർഡ് എഴുതാനായിട്ട് കേട്ടോ. അല്ലാതെ എവിടെയെങ്കിലൊക്കെ എഴുതി വെച്ച് അങ്ങനെ കൊണ്ടുപോയി നമുക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ നീറ്റ് ആയതല്ലേ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പൊ പ്രോവർബ് ഇതിനെ പറഞ്ഞു എന്തോ ടോട്ടൽ 5 എണ്ണം മതിയോ? കേട്ടില്ല. ടോട്ടൽ 5 എണ്ണം മതിയോ? എന്തോ എന്താണ് റെക്കോർഡ് ബുക്ക് ടോട്ടൽ 5 എണ്ണം മതിയോ? റെക്കോർഡ് ടോട്ടൽ 5 എണ്ണം. ഈ വേറെ മിസ്സുമാരുണ്ടാവോ? തസ്മീന്റെ വോയിസ് വേറെ മിസ്സന്മാർക്ക് ഉണ്ടോന്ന്, വേറെ സെപ്പറേറ്റ് വേണോന്ന്? ഇല്ല, നമ്മൾ എല്ലാരും കൂടെ ഡിസൈഡ് ചെയ്ത് അങ്ങനെയുള്ള റെക്കോർഡാണ് ഈ 5 നമ്മുടെ കോഴ്സിന്റെ ഭാഗമായിട്ടുള്ളതാ. വേറെ ഇല്ല, ഈ 5 എണ്ണേ ഉള്ളൂ ടോട്ടല്. നവമി എന്തോ ചോദിക്കണ്ടായിരുന്നല്ലോ. യെസ് മാം. ഇത് ഏത് മോഡലിലാ വേണ്ട? അൺറൂൾഡ് ആണോ അതോ വൺ സൈഡ് റൂൾഡ് ആണോ? അത് പറഞ്ഞുതരാം കേട്ടോ. അതിന് വേറൊരു കാര്യം കൂടെ പറയട്ടെ. നിങ്ങള് എനിക്ക് പറ്റിയത് അബദ്ധം, എനിക്ക് അങ്ങനെ ചെയ്തില്ലെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ല. അതായത് പേജ് നമ്പർ ആദ്യം ഇട്ട് വെക്കുക. അപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടും എത്ര പേജ് ഉണ്ട്. അപ്പൊ ഇപ്പൊ ചോദിച്ചില്ലേ കോയിൻസിന്റെ ചെയ്യാമോ? നമുക്ക് എക്സ്ട്രാ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള പേജ് ഉണ്ടോ എന്നൊരു കാൽക്കുലേഷൻ ആദ്യം തന്നെ നമുക്ക് വേണം. പിന്നെ നമ്മൾക്ക് 5 റെക്കോർഡ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഈ ഫസ്റ്റ് വണ്ണില് കൂടുതലും പിക്ചേഴ്സ് ആണ്. അപ്പൊ നമുക്ക് പിക്ചേഴ്സ് വരയില്ലാത്ത ഇതിനകത്ത് ഒട്ടിക്കുന്നതല്ലേ കുറച്ചുകൂടെ നല്ലത് അല്ലേ? റൂൾഡ് ആയിട്ടുള്ള ഭാഗമാണെങ്കിൽ, വരയുള്ള ഭാഗമാണെങ്കിൽ അതിൽ പിക്ചേഴ്സ് ഒട്ടിക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ വര ഇങ്ങനെ കാണുമ്പോൾ എന്തോ പോലെ തോന്നും. അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് റെക്കോർഡ് ബുക്കിൽ നമുക്ക് റൈറ്റിംഗ് വളരെ കുറവാണ്. ആദ്യത്തെ 1, 2, 3 ടോപ്പിക് മാത്രമേ ഉള്ളൂ എഴുതാൻ, ബാക്കി മുഴുവനും നമുക്ക് പിക്ചേഴ്സ് ഒട്ടിക്കാനാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ഒന്നാമത്തെ റെക്കോർഡ് 2 സൈഡും അൺറൂൾഡ് ആയിട്ടുള്ളത്, പ്ലെയിൻ ആയിട്ടുള്ളതും ആയിരിക്കും നല്ലത്. അതുപോലെ തന്നെ 4ാമത്തെ ഒരു റെക്കോർഡ് എഴുതിയിട്ടുണ്ട്. ഒരു റെക്കോർഡ് അവിടെ ഉണ്ട്, അത് ഞാൻ പറയാം. അതായത് പസിൽസ് ആൻഡ് അതർ കിഡ്സ് ആക്ടിവിറ്റി ബുക്ക് എന്നുള്ളത്. ഇതും നമ്മള് പ്ലെയിൻ ആയിരിക്കും നല്ലത്. കാരണം ഇതിൽ നമുക്ക് എഴുതുന്നതിനേക്കാൾ കൂടുതൽ കുറേ ഡ്രോയിങ്സ് ആണ്. അതുപോലെ വരയ്ക്കുന്നതും പിക്ചർ ഒട്ടിക്കുന്നതും പിന്നെ ഇങ്ങനെ നമ്മൾ വഴി കണ്ടുപിടിക്കുക അങ്ങനത്തെ ഒക്കെ ഉള്ള ഇതല്ലേ നമ്മുടെ കളിക്കുടുക്കയിൽ വരുന്ന ആക്ടിവിറ്റീസ് ഇല്ലേ, അതുപോലത്തെയാണ് 4ാമത്തെ റെക്കോർഡിൽ വരുന്നത്. ഓക്കെ. ഇനി 2ഉം 3ഉം അതായത് റൈമും എഴുതണം, സ്റ്റോറി എഴുതണം. അപ്പൊ ആ റെക്കോർഡ് ആവുമ്പോ
ആ റെക്കോർഡിൽ നമുക്ക് ഒരു സൈഡിൽ നമ്മൾ റൈറ്റ് സൈഡിൽ ഒരു റൈം എഴുതുവാണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് പിക്ചർ ആയിരിക്കും നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഒട്ടിക്കുന്നത്. സ്റ്റോറിയും അങ്ങനെ തന്നെ. റൈറ്റ് സൈഡിൽ നമ്മൾ സ്റ്റോറി എഴുതുന്നു. ഇപ്പൊ ഒരു കുട്ടിയും അതിന്റെ ഒരു പെറ്റ്, ഒരു പൂച്ചക്കുട്ടിയും ഉള്ള കഥയാണെന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് അതിന്റെ ഒരു പിക്ചർ, ആ പെൺകുട്ടി ആ കിറ്റണും കൂടി ഉള്ള ഒരു പിക്ചർ നമുക്ക് വേണം. അപ്പൊ അത് ഒട്ടിക്കണമെങ്കിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഒട്ടിക്കാമല്ലോ, ഈ സ്റ്റോറിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് അതിന്റെ ലെഫ്റ്റ് സൈഡിൽ. അങ്ങനെ വരുമ്പോൾ എനിക്ക് കോൺഫിഡൻസ് വരയിട്ടതിലൂടെ എഴുതാനാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഒരു സൈഡ് റൈറ്റ് സൈഡ് റൂൾഡും ലെഫ്റ്റ് സൈഡ് പ്ലെയിൻ അൺറൂൾഡ് ആയിട്ടുള്ള റെക്കോർഡ് കിട്ടും. അത് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. മനസ്സിലായോ? ഇനി ഇവിടെ എഴുതി പിക്ചർ ഈ സൈഡിൽ ചെയ്തു. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ റെക്കോർഡ് മൈ കളക്ഷൻ ബുക്ക്, രണ്ട് സൈഡും പ്ലെയിൻ കിട്ടുവാണെങ്കിൽ നല്ലത്. നാലാമത്തെ റെക്കോർഡ് ബുക്ക് ആക്ടിവിറ്റി പസിൽസ് ആൻഡ് അതർ കിഡ്സ് ആക്ടിവിറ്റി ബുക്ക്, അതും രണ്ട് സൈഡിലും പ്ലെയിൻ ആയിട്ടുള്ളത് നല്ലത്. ഇപ്പൊ രണ്ടെണ്ണം ഞാൻ രണ്ട് സൈഡിൽ പ്ലെയിൻ പറഞ്ഞു. 2ഉം 3ഉം അതായത് റൈമും ഇതും വൺ സൈഡ് റൂൾഡും വൺ സൈഡ് പ്ലെയിനും അതുപോലത്തെ തന്നെ വേണം അഞ്ചാമത്തെ റെക്കോർഡ്. ഇതിൽ 4 റെക്കോർഡ് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അഞ്ചാമത്തെ റെക്കോർഡിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും നിങ്ങൾക്ക് ക്ലാസ് റൂമിലേക്ക് തരും. അത് നിങ്ങൾ കോപ്പി ചെയ്താൽ മതി. നമ്മുടെ മോഡ്യൂൾ 3 ആണ് അഞ്ചാമത്തെ റെക്കോർഡ്. പ്രാക്ടിക്കൽ മോണ്ടിസോറി മെറ്റീരിയൽസ്. എങ്ങനെയാ മാം? അത് ഒരു സൈഡ് റൂൾഡും ഒരു സൈഡ് അങ്ങനെയാണ്. അത് എങ്ങനെയാ മേടിക്കണ്ടത്? എങ്ങനെ മേടിക്കണേ? ഏതാ, അഞ്ചാമത്തെ ആണോ? അഞ്ചാമത്തെ. സെക്കൻഡ്, തേർഡ്, ഫിഫ്ത്ത് ഈ 3 റെക്കോർഡ്സും ഒരുപോലത്തെ, ഒരു സൈഡ് റൂൾഡ് മറ്റേ സൈഡ് പ്ലെയിൻ. അതായത് മോണ്ടിസോറി മെറ്റീരിയൽസ് ആണ് അഞ്ചാമത്തെ റെക്കോർഡിൽ വരുന്ന പ്രാക്ടിക്കൽ സെഷൻ. ഓരോ മെറ്റീരിയലിനെ കുറിച്ചുള്ള റൈറ്റിംഗ്സ് നമ്മൾ റൈറ്റ് സൈഡിൽ എഴുതണം. മെറ്റീരിയൽസിന്റെ പിക്ചർ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഒട്ടിക്കണം. റെക്കോർഡ് ബുക്സ് ഒക്കെ ക്ലാസ് റൂമിൽ സബ്മിറ്റ് ചെയ്യണോ? ഇല്ല, കാരണം സബ്മിറ്റ് ചെയ്യാൻ നല്ല പണിയല്ലേ. ഒരാളുടെ ഒരു റെക്കോർഡിൽ തന്നെ 100 പേജസ് എഴുതിയിട്ടുണ്ടാകും. ഇത്രയും സബ്മിറ്റ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടല്ലേ. നിങ്ങൾക്ക് വൈവ ഉണ്ട്. വൈവ സമയത്ത് ഈ റെക്കോർഡ് ബേസ്ഡ് ആയിരിക്കും ക്വസ്റ്റ്യൻസും. പലപ്പോഴും ആ വൈവ ഫേസ് ടു ഫേസ് ഇതുപോലെ ഓൺലൈൻ ആയിരിക്കും. അപ്പൊ ആ സമയത്ത് നമ്മൾ ചോദിക്കുന്ന റെക്കോർഡില് എന്ത് ആക്ടിവിറ്റി ആണോ അത് കാണിക്കണം. ക്ലിയർ ആയോ? ചില കുട്ടികൾ ചോദിച്ചു, ഞങ്ങളെ റെക്കോർഡ് സൈൻ ചെയ്യാനായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരാം മിസ്സിന് കൺവീനിയന്റ് ആയിട്ടുള്ള സമയത്ത്, അപ്പൊ ഞങ്ങളോട് വൈവ ചോദിക്കാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ആ ഒരു ടൈം ആവുമ്പോൾ നമുക്ക് അതെങ്ങനെയാന്ന് വെച്ചാൽ മാനേജ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് 5 റെക്കോർഡ് ബുക്ക് വേണം. അതിലെ ഒന്നാമത്തെയും 4ാമത്തെയും ഒരേപോലത്തെ റെക്കോർഡ് കിട്ടുവാണെങ്കിൽ നല്ലതാണ്. അതായത് റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും പ്ലെയിൻ, പിന്നെ 2ഉം 3ഉം 5ഉം വൺ സൈഡ് പ്ലെയിൻ. അതായത് ലെഫ്റ്റ് സൈഡ് പ്ലെയിൻ, റൈറ്റ് സൈഡ് റൂൾഡ് ആയിട്ടുള്ളതാണെങ്കിൽ നന്നായിരിക്കും. ഇനി ചിലപ്പോൾ ചെല്ലുമ്പോൾ അതൊന്നും കിട്ടിയില്ല, എല്ലാം വൺ സൈഡ് റൂൾഡും വൺ സൈഡ് പ്ലെയിൻ ആയിട്ടാണ് കാണുന്നത് വെച്ചാൽ കുഴപ്പമില്ല, ചെയ്താൽ കിട്ടുന്നല്ലേ വാങ്ങാൻ പറ്റുള്ളൂ. പിന്നെ പുറത്ത് ഗൾഫ് കൺട്രീസിലുള്ളവരൊക്കെ പറയണ്ടായിരുന്നു അവിടെയൊന്നും ഇത് കിട്ടുന്നില്ല എന്ന് റെക്കോർഡ്. അതിന് പകരം വേറെ എന്തോ ടൈപ്പ് നോട്ട്ബുക്ക് കിട്ടുന്നു. നോ പ്രോബ്ലം, കുഴപ്പമില്ല. ഒരു 100-നുള്ളിലായിരിക്കും കേട്ടോ ഒരു റെക്കോർഡിന്റെ വില. 60 തുടങ്ങിയ 90 വരെയൊക്കെ കുട്ടികൾ പറയുന്നുണ്ടായിരുന്നു. സംശയം ചോദിക്കട്ടെ? ഇപ്പൊ നമ്മള് അശ്വതി മൂവ്മെന്റ് റെക്കോർഡും അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? അപ്പൊ ഇത് തന്നെ എല്ലാം ഒരെണ്ണത്തിൽ തന്നെയാണ് നമ്മള് നിങ്ങൾക്ക് 5 റെക്കോർഡ് നമ്മുടെ ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് 5 റെക്കോർഡേ ഉള്ളൂ, വേറെ റെക്കോർഡിങ് ഇല്ല. നമ്മള് പിക്ചറൊക്കെ ഒട്ടിക്കുമ്പോഴേ എത്ര വരെ ഒട്ടിക്കുക അങ്ങനെയൊക്കെ ഉണ്ടോ? ഓഡിയോ ഓണാണേ, നമ്മളെല്ലാരും നമ്മുടെ പ്രൈവസിയിലാണ് ഇരിക്കുന്നത്. പറയാട്ടാ, ഞാൻ ഡൊമസ്റ്റിക് അനിമൽസ് ഞാൻ ആദ്യം ചെയ്തപ്പോ എന്താന്ന് വെച്ചാൽ ഡൊമസ്റ്റിക് അനിമൽസ് ഒരു പേജിൽ 4 എണ്ണം ഒട്ടിച്ചു. കുറെ കഴിഞ്ഞ് നമുക്ക് എഴുതാനില്ലല്ലോ, ഈ സൈഡിൽ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കുക.
ഞാൻ റൈറ്റ് സൈഡിൽ നിന്ന് ഒട്ടിച്ചൊട്ടിച്ചങ്ങ് പോയി. പിന്നെ കുറച്ചങ്ങ് കഴിഞ്ഞപ്പോ എനിക്ക് അത് എന്തോ ഒരു സുഖമില്ലാന്ന് തോന്നി. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോ ഞാൻ 2 സൈഡിൽ ഒട്ടിക്കാനായിട്ട് തോന്നി. അപ്പൊ കുറച്ചുകൂടെ നീറ്റ് ആയിട്ട് തോന്നി. നമുക്ക് ഒട്ടിക്കൽ മാത്രല്ലേ ഉള്ളൂ, എഴുത്തൊന്നുമില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇത് കളക്ട് ചെയ്ത പിക്ചേഴ്സ് ഒട്ടിക്കാൻ നമുക്ക് ലെഫ്റ്റും റൈറ്റും യൂസ് ചെയ്യാം. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഇതിന്റെ ഒരു ടൈറ്റിൽ ഉണ്ടാവുമല്ലോ, ട്രീസ്. ഞാൻ 4 പിക്ചർ, ചെറിയ പിക്ചർ ആണെങ്കിൽ 6 എണ്ണം അങ്ങനെയൊക്കെ ഒട്ടിച്ചിട്ടുണ്ടേ. ഇതിന്റെ ഒരു മെയിൻ ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് സ്മോൾ പിക്ചേഴ്സ് ഓഫ് ഡിഫറെന്റ് ഐറ്റംസ്. അത് ഈ പേജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ ഒരു ടൈറ്റിൽ കാണും നിങ്ങൾക്ക്. ഈ ജിന്ന് ഞാൻ എഴുതിയേക്കുന്നത് കളക്ഷൻ ഓഫ് സ്മോൾ പിക്ചേഴ്സ് ഓഫ് ഡിഫറെന്റ് ഐറ്റംസ്. അതിന്റെ സബ് ഹെഡിങ് ആയിട്ടാണ് ഈ താഴേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ ഇതൊരു പേജിന് മിഡിലായിട്ട് ഇങ്ങനെ എഴുതാം. ബാക്കി ഓരോന്നും അങ്ങനെ അങ്ങനെ അത് നിങ്ങളുടെ ഇഷ്ടം, എങ്ങനെയൊക്കെ വേണമെങ്കിലും ചെയ്യാം. പിന്നെ സ്കെച്ച് പെൻസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, സ്കെച്ച് പെൻ ഉപയോഗിക്കുമ്പം അതിന്റെ ആ ഒരു കളറ് ബാക്ക് സൈഡിലേക്ക് സ്മഡ്ജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇപ്പൊ പടം വരച്ച് കളർ ചെയ്യാൻ വാക്സ് ക്രയോൺസിനേക്കാളും നല്ലത് ഓയിൽ പേസ്റ്റൽസ് ആയിരിക്കും. അതായത് ഓയിൽ പേസ്റ്റൽ ആവുമ്പോഴേക്കും അതിനൊരു സ്ക്രൈബർ പോലൊരു സാധനം കിട്ടും. അത് വെച്ചിട്ട് എക്സസ് ആ ഒരു വാക്സ് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ചുരണ്ടി കളയാം. അപ്പൊ നമ്മുടെ പേപ്പർ നല്ല ഫൈൻ ആയിട്ടിരിക്കും. ടച്ച് ചെയ്യുമ്പോൾ സ്മൂത്ത് ആയിട്ട് തന്നെ ഇരിക്കും. ആ ഒരു ഇടയ്ക്കിടയ്ക്ക് വാക്സിന്റെ റഫ്നെസ് നമുക്ക് ഫീൽ ചെയ്യില്ല. അപ്പൊ അത് ശ്രദ്ധിക്കുക. പിന്നെ ആരോ പറയണ്ടായിരുന്നു, അതിനൊരു പ്രത്യേക ടൈപ്പ് സ്കെച്ച് പെൻ കിട്ടി, അതിങ്ങനെ ബാക്ക് സൈഡിലേക്ക് സ്മഡ്ജ് ആവുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ. മേ ബി അതൊക്കെ ഒന്ന് നോക്കിയിട്ട് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ എന്താ പറ്റുന്ന വെച്ചാൽ ബാക്ക് സൈഡിൽ നമ്മൾ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടാവും, അതിന്റെ ഇപ്പുറത്തായിരിക്കും നമ്മൾ സ്കെച്ച് കൊണ്ട് കളർ ചെയ്യുന്നത്. അപ്പൊ ഈ എഴുതിയതിന്റെ മുകളിൽ മുഴുവൻ ഇങ്ങനെ കളർ ഇങ്ങനെ സ്പ്രെഡ് ആയിട്ടൊക്കെ ഇരിക്കും. അപ്പൊ എഴുതിയത് വായിക്കാൻ പറ്റാതെയൊക്കെ വരും. അതൊക്കെ ഒന്ന് നോക്കിയിട്ട് ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് പെന്ന് വെച്ച് എഴുതാനില്ലേ മാം സ്റ്റോറി ഒക്കെ എഴുതുമ്പോ? സ്റ്റോറി ഒക്കെ എഴുതുന്നതിന് ഈ ഹെഡിങ് ഒക്കെ കൊടുക്കുമ്പോൾ നമ്മൾ അണ്ടർലൈൻ ഒക്കെ ചെയ്യുമല്ലോ, ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനൊക്കെ. ഹെഡിങ് ഒക്കെ കളർ അല്ല സ്കെച്ച് ചെയ്തിട്ട് എഴുതല് നമുക്ക് പെൻ വെച്ചിട്ട് എഴുതിക്കൂടെ? എന്നിട്ട് പിക്ചർ അപ്പുറത്ത് പേസ്റ്റ് ചെയ്യുമ്പോൾ കുഴപ്പമില്ലല്ലോ. ഞാനിവിടെ ഗ്ലിറ്റർ പെന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബ്ലൂ പിക്ചറിൽ അതിന്റെ ഗ്ലിറ്റർ അത് അത്ര കഴിഞ്ഞിട്ട് 8 വർഷമായില്ലേ, അതിന്റെ താഴെ ഗോൾഡൻ കളറുള്ള ഗ്ലിറ്റർ പെൻ വെച്ചിട്ടാണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. ബ്ലൂ ഗ്ലിറ്റർ പെൻ. ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് അതിന്റെ ഗ്ലിറ്ററിങ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. വീഡിയോയിൽ അത്ര കാണുന്നില്ല എന്ന് തോന്നുന്നു. ഗോൾഡൻ കളർ ഗ്ലിറ്റർ പെൻ വെച്ചിട്ടാണ് ഞാൻ അണ്ടർലൈൻ ചെയ്തത്. പിന്നെ ഞാൻ നമ്പർ ഇടാനായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ സ്കെച്ച് പെൻ ആയിരുന്നു യൂസ് ചെയ്തത്. അപ്പൊ എന്താന്ന് വെച്ചാൽ ബാക്ക് സൈഡിൽ അതിങ്ങനെ കാണുന്നു. പക്ഷെ ആ പേജ് നമ്പർ എഴുതേണ്ട ഭാഗമായതുകൊണ്ട് വലിയ പ്രശ്നമില്ല. പേജ് നമ്പർ എഴുതി ഇൻഡെക്സ് പേജും കറക്റ്റ് ആയിട്ട് എഴുതുവാണെങ്കിൽ നമ്മൾ പിന്നീട് നോക്കുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഫിഷസ് മാത്രം നോക്കണം. അപ്പൊ ആ പേജ് നോക്കി മറിച്ചെടുക്കാലോ. നമ്മളിപ്പോ ഇന്റർവ്യൂവിന് പോകുമ്പോഴും ഇൻഡെക്സ് അവർ നോക്കിയിട്ട് അവർക്ക് ആവശ്യമുള്ളത് മാത്രം അവർക്ക് നോക്കിയെടുക്കാലോ. അപ്പൊ ഇൻഡെക്സും പേജ് നമ്പറും അത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പൊ ഇത് ഞാൻ പറഞ്ഞുതരാം. പ്രോവേർബ്സ് ഞാൻ 20 എണ്ണം എഴുതിയിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് അറ്റ്ലീസ്റ്റ് 10 പറഞ്ഞിരിക്കുന്നത്. എത്ര വേണമെങ്കിലും എഴുതാം, പക്ഷെ പേജ് എത്രയുണ്ട്, നമുക്ക് എത്ര എഴുതാനുണ്ട്, അങ്ങനെ ഒരു കാൽക്കുലേഷൻ ഒക്കെ വേണം. അല്ലെങ്കിൽ നമ്മൾ ആദ്യം കുറെയൊക്കെ എഴുതി വെച്ചത് ലാസ്റ്റ് ആയപ്പോഴേക്കും പേജ് തികയാതെ വരുന്ന അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരരുത് കേട്ടോ. പിന്നെ റെക്കോർഡ് വാങ്ങുമ്പോൾ നോക്കുക, നമുക്കൊരു പേജ് ഏകദേശം ഒരു തോന്നുന്നു എനിക്ക് ഉള്ള പേജ് 100. ഇത് ഏകദാണ്ട് 120 പേജസിന്റെ റെക്കോർഡ് ബുക്കാ. എനിക്ക് ഈ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ ഒരു 10 പേജസോളം ബാലൻസ് വന്നു. അതായത് ഏകദേശം 110 പേജിലാണ് ഞാൻ ഇത് എഴുതിയത്. അത് തന്നെ പിക്ചേഴ്സ് ഞാൻ ആദ്യം ഒരു സൈഡ് ഒട്ടിച്ചൊട്ടിച്ചൊട്ടിച്ചു പോയി. ലാസ്റ്റ് ആയപ്പോഴാണല്ലോ 2 സൈഡിലും ഒട്ടിച്ചത്. നിങ്ങൾക്ക് ആദ്യം തന്നെ 2 സൈഡിലും മാക്സിമം പിക്ചേഴ്സ് നമുക്ക് കളക്ട് ചെയ്യാം. പിന്നെ ചില എല്ലാവർക്കും ടീച്ചറിനെ കാണാമോ? എന്നെ കാണാൻ പറ്റുന്നില്ലേ? അനീഷയ്ക്കാണോ എന്നെ കാണാത്തത്? സൗണ്ട് മാത്രമേ കിട്ടുന്നുള്ളൂ. എന്തോ എന്റെ പ്രോബ്ലം ആയിരിക്കും. ഞാൻ സ്റ്റക്ക് ആയിട്ട് നിൽക്കുവാണോ?
അതെ വോയിസ് ഇല്ല മിസ്സേ, മാത്രമേ എനിക്കും കേൾക്കുന്നുള്ളൂ. വീഡിയോ അല്ല വോയിസ് മാത്രമേ കേൾക്കാൻ പറ്റുന്നുള്ളൂ. മാമിനെ കാണാൻ പറ്റണില്ല. അതാ കാണുന്നുണ്ട്. നെറ്റ്വർക്കിന്റെ പ്രശ്നമായിരിക്കും. കാണുന്നുണ്ടെന്ന് ആതിര പറഞ്ഞു. വോയിസ് കേൾക്കാം, പിന്നെ സ്ക്രീന് ഷെയർ ചെയ്തതും കാണാനുണ്ട്, മൈ കളക്ഷൻ ബുക്ക് അതൊക്കെ കാണാനുണ്ട്. മാമിന്റെ വീഡിയോ ഓഫ് ആണ്. എന്റെ വീഡിയോ ഓൺ ആണ്. ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോഴും ക്ലാസ് എടുക്കുമ്പോഴും ഞാൻ വീഡിയോ ഓൺ ചെയ്യും. കാരണം ക്ലാസ് എടുക്കുന്ന ആൾക്ക് അതൊരു വിഷമം വരരുതല്ലോ. അപ്പൊ ഞാൻ വീഡിയോ ഓൺ ചെയ്താണ് പല ക്ലാസ്സുകളും ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്. ഞാൻ ഇരിക്കുന്നത് ഒരു കംഫർട്ടബിൾ പ്ലേസിലാണെങ്കിൽ കേട്ടോ, എന്നാൽ വീഡിയോ ഓൺ ചെയ്യാറുണ്ട്. ഞാൻ വീഡിയോ ഓൺ ഓഫ് ചെയ്തിടാറില്ല. പിന്നെ നമുക്ക് ചിലപ്പോ ഇങ്ങനെ ഓൺലൈൻ ക്ലാസ്സസ് ഇരിക്കുമ്പോൾ കാണാറില്ലേ, സം വീഡിയോസ് ആർ പോസ്റ്റ് ഡ്യൂ ടു യുവർ നെറ്റ്വർക്ക് കണക്ഷൻസ്, അങ്ങനെയുള്ള മെസ്സേജ് വന്നോ? കാരണം കുറെ പേർക്ക് കാണുന്നുണ്ട്, ഇടയ്ക്ക് വരും ഇടയ്ക്ക് പോകും. അങ്ങനെ നെറ്റ് നോക്കൂ. നമ്മുടെ വീട്ടിൽ തന്നെ ചില ഏരിയയിലൊക്കെ നെറ്റ് സ്ട്രോങ് ആയിരിക്കും, ചിലടത്ത് വീക്ക് ആയിരിക്കും. അപ്പൊ അതിനനുസരിച്ചൊക്കെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിരുന്നാൽ മതി, അത് ശരിയാകും. കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഓൺലൈൻ ക്ലാസ്സുമായിട്ട് നമ്മൾ അങ്ങ് അഡാപ്റ്റഡ് ആവുമല്ലോ. മോണ്ടിസോറി മെത്തേഡിലെ ഒരു മെയിൻ കാര്യമാട്ടോ അഡാപ്റ്റേഷൻ, പൊരുത്തപ്പെടുക എന്ന് പറയില്ലേ, അതാണ്. ഓക്കെ, പ്രോവേർബ്സ് കളക്ട് ചെയ്യുക, എഴുതുക. ആദ്യമേ പേജ് നമ്പർ ഇടുക, അല്ലെങ്കിൽ നമ്മളുടെ കാൽക്കുലേഷൻ മൊത്തം തെറ്റിപ്പോവും. നമ്മൾ കുറെ എഴുതി വെച്ചിട്ട് അവസാനമാകുമ്പോൾ പേജ് തികയാതെ വരുന്നത്. നെക്സ്റ്റ് വൺ, അടുത്ത 2 കാര്യം. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, ഇത് ഇംഗ്ലീഷിൽ എഴുതിയിട്ട് മലയാളം മീനിങ് എഴുതണോ? ചിലര് ചോദിച്ചു ഇങ്ങനെ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു എക്സ്പ്ലനേഷൻ വേണോന്ന് ചോദിച്ചു. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, പക്ഷെ എല്ലാം ഇംഗ്ലീഷിലായിരിക്കണം. ഇപ്പൊ പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ കൊടുത്തു പ്രോവർബിന്, അതിന്റെ എക്സ്പ്ലനേഷൻ എഴുതിക്കോട്ടെ എന്ന് ചോദിച്ചു. ദാറ്റ്സ് അപ് ടു യു. നിങ്ങൾക്ക് എഴുതാം, നിങ്ങളുടെ റെക്കോർഡാണ്. യു ക്യാൻ മോഡിഫൈ, യു ക്യാൻ ഇംപ്രൊവൈസ്, നിങ്ങൾ എങ്ങനെ എഴുതാം. പക്ഷെ ഈ കണ്ടന്റ്സ് ഉണ്ടാവണം. ഇത് റിലേറ്റഡ് കൂടുതൽ കണ്ടന്റ്സ് എഴുതിയാലും അത്രയും നല്ലത്. ഈ പ്രോവർബ് കുട്ടികൾക്ക് മനസ്സിലാവോ? അതാ പറയണത്. അതാണ് എന്നോട് ഒരു ട്രെയിനി ചോദിച്ചത്, ഞാൻ ഇതിന്റെ എക്സ്പ്ലനേഷൻ എഴുതിക്കോട്ടേന്ന്. അപ്പൊ കുട്ടികൾക്ക് നമ്മൾക്കതൊരു കഥയിലൂടെ പറഞ്ഞു കൊടുക്കാം. കഥ തീരുമ്പോ നമ്മൾ ലാസ്റ്റ് മോറൽ പറയില്ലേ, ദിസ് ഇസ് ദ മോറൽ ഓഫ് ദ സ്റ്റോറി എന്നൊക്കെ പറഞ്ഞിട്ട്, ഹോണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി. നമുക്ക് കുഞ്ഞുങ്ങളോട് നിങ്ങൾ സത്യസന്ധരായിരിക്കണം, നിങ്ങൾ കള്ളം പറയരുത്, അങ്ങനെ പറയുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് അവർക്കൊരു കഥ പറഞ്ഞിട്ട് അവസാനം ഈ ഒരു കാര്യം കൂടെ പറയുന്നത്. സോ പെട്ടെന്ന് അത് അവരുടെ ഉള്ളിലേക്ക് കടക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് വലിയ ഭയങ്കര ടഫായിട്ടുള്ള ഭയങ്കര വൊക്കാബുലറിയും ഭയങ്കര കട്ടി ഇംഗ്ലീഷ് വേർഡ്സ് ഉള്ള പ്രോവർബൊന്നും സെലക്ട് ചെയ്യണം. വളരെ സിമ്പിൾ ആയിട്ട് കുഞ്ഞുങ്ങളോട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്, അതൊരു കഥ പോലെ ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്, അങ്ങനെയൊക്കെ പറ്റുന്ന പ്രോവർബ്സ് എടുക്കുക കേട്ടോ. മാം നമുക്ക് പെൻസിലില് എഴുതാവോ, അതിന്റെ മുകളിലോ താഴെയായിട്ട്? എന്തോ മനസ്സിലാവുന്ന ഈ നമ്മള് എഴുതുന്നത് ഇംഗ്ലീഷ് എഴുതുന്നതിന്റെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് റൂബി പെൻസിൽ ഉപയോഗിച്ച് നമുക്ക് അടിയിലൊന്ന് ജസ്റ്റ് എഴുതി വെക്കാവോ? എഴുതി വെക്കാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ ഈ എഴുതുന്ന റെക്കോർഡ് ബുക്കിലെ ഇത് നമ്മൾക്കുള്ളതാണ്, കുഞ്ഞുങ്ങളുടെ കയ്യിൽ കൊടുക്കരുത്. അവർക്ക് നമ്മൾ എങ്ങനെയാ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം തസ്രീന ചോദിച്ചില്ലേ ഇത് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവുമെന്ന്. നമ്മളൊരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്ത് അതിന്റെ ആ സ്റ്റോറിയിൽ 3-4 ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ സ്റ്റോറിയുടെ കണ്ടന്റ്, അതിന്റെ ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ഓണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി ആണ്, സത്യസന്ധത അതാണെന്ന് വിചാരിച്ചു. ആ സ്റ്റോറിയുടെ ഒരു മോറൽ വാല്യൂ കിട്ടുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു കഥ ക്രിയേറ്റ് ചെയ്യുന്നു. അതിലൊരു 3-4 ക്യാരക്ടേഴ്സ് ഉണ്ട്. ഈ 3-4 ക്യാരക്ടേഴ്സിന്റെ മാസ്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യും. ആ മാസ്ക് നിങ്ങൾക്ക് ഇങ്ങനെ ചെവിയിലിടുന്നത് ഉണ്ടാക്കാം, പ്ലക്കാർഡ്സ് വെക്കുന്നത് ഉണ്ടാക്കാം. അങ്ങനെ മാസ്ക് പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ കുട്ടികളുടെ മുമ്പിൽ, നമ്മളുടെ ഉദ്ദേശം ഹോണസ്റ്റിയുടെ ഇമ്പോർട്ടൻസ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റോറി ക്രിയേറ്റ് ചെയ്തതും ഈ മാസ്ക് മുഴുവൻ ചെയ്തതും. എന്നിട്ട് ചെല്ലുന്നു, ഈ മാസ്ക് വെച്ചിട്ട് കുട്ടികൾക്ക് ഈ സ്റ്റോറി പറഞ്ഞു കൊടുക്കുന്നു. അവർ നല്ലപോലെ ശ്രദ്ധിക്കുക, അവർ റിപ്പീറ്റ് ചെയ്യാൻ പറയും, വീണ്ടും വീണ്ടും പറയാൻ പറയും. പിറ്റേ ദിവസം ചെല്ലുമ്പോഴും അവർ പറയും ആ സ്റ്റോറി പറയാൻ പറയും. കണ്ടിട്ടില്ലേ കുഞ്ഞുങ്ങൾ ഒരു കഥ തന്നെ എത്ര പ്രാവശ്യം കേൾക്കുന്നു. അപ്പൊ ഈ ഓരോ പ്രാവശ്യം പറയുമ്പോഴും ഇവരുടെ ഉള്ളിലേക്ക് അതിന്റെ മെസ്സേജ് കയറും. അപ്പൊ നമ്മൾ പറയാം, നമ്മൾ ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമ്മൾ ഈ പ്രോവർബ് പറഞ്ഞ് ഇതാണ് അതിന്റെ ഒരു മെസ്സേജ് എന്ന് പറയുമ്പോഴേക്കും അവരുടെ മനസ്സിലാവും. അവരത് പിന്നെ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും. വീട്ടിൽ ചെന്നിട്ട് അവർ ഈ കഥ മുഴുവൻ പറയും,
ആക്ഷൻ കാണിച്ചു കൊടുക്കും. അങ്ങനെ വേണം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കഥ പറഞ്ഞു കൊടുക്കാൻ. ഇത് നമ്മൾക്ക് ഈ റെക്കോർഡെല്ലാം നമ്മളുടെ റെഫറൻസ് ആണ്. ഇത് കുട്ടികളുടെ കയ്യിൽ കൊടുത്ത് അവരോട് വായിച്ചു നോക്കാനോ അങ്ങനെയൊന്നും നമ്മൾ പറയരുത്. ഇത് നമ്മളുടെ സ്വന്തമാണ്, വേറെ ആരെയും നമ്മൾ കൊടുക്കാൻ പാടില്ല. നമ്മൾ തന്നെ കഷ്ടപ്പെട്ട് ക്രിയേറ്റ് ചെയ്തത് വേറെ ആൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇത് നമ്മൾക്ക് റെഫർ ചെയ്യാനുള്ളതാണ്. ക്ലാസ്സിൽ പോകുമ്പോൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യണം, വേഗം റെക്കോർഡ് എടുക്കുക, ഇതിലേത് ഞാൻ ഇന്ന് കൊടുത്താൽ നന്നായിരിക്കും, ആ രീതിയിൽ പോകും. അപ്പൊ നമ്മളുടെ കയ്യിൽ ഇതൊരു റെഫറൻസ് ആയിട്ടിരിക്കും. ഇപ്പൊ നിങ്ങൾ കളക്ഷൻ ബുക്കില്, അതായത് ഈ കളക്ഷൻ ബുക്കില് ഡൊമസ്റ്റിക് അനിമൽസിനെ ഒക്കെ ഒട്ടിച്ചു വെക്കുന്നു. നേരെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ കൊണ്ടുപോയിട്ട് ഡൊമസ്റ്റിക് അനിമൽസ് കാണിച്ചു കഴിഞ്ഞാൽ ഒറ്റ ബുക്ക് എത്ര കുട്ടികൾക്ക് കാണാൻ പറ്റും? അവര് വാശി പിടിക്കും, എല്ലാവർക്കും കൂടെ കാണാനായിട്ട് ബഹളായിരിക്കും. അതിലും നല്ലത് നമ്മൾ ഡൊമസ്റ്റിക് അനിമൽസിനെ കുറിച്ചാണ് അവർക്ക് എടുക്കാൻ പോകുന്നത്. റെക്കോർഡ് ബുക്ക് എടുക്കുക, ഞാൻ ഏതൊക്കെ ഡൊമസ്റ്റിക് അനിമൽസിനെ പേസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കുക, എന്നിട്ട് ക്ലാസ്സിൽ ഏതൊക്കെ കൊണ്ടുപോകണം അത് ഒരു ചാർട്ട് പേപ്പറിൽ ഒട്ടിച്ച് കൊണ്ടുപോകാം. ചാർട്ട് പേപ്പർ ആകുമ്പോൾ എല്ലാ കുട്ടികളെയും നമുക്ക് ഒരു സമയത്ത് കാണിക്കാം. കൊച്ചു കുട്ടികള് അവർക്ക് ഒരു കാര്യം ക്യൂരിയോസിറ്റി അല്ലേ, നമുക്ക് ആദ്യം രണ്ടുപേരെ കാണിക്കാം, എന്നിട്ട് അടുത്ത രണ്ടുപേരിൽ നിന്ന് അവർ ഓടി വന്ന് കൂട്ടം കൂടി നിൽക്കും. സോ ഇതൊക്കെ ചിന്തിച്ചിട്ട് വേണം നമ്മൾ ഓരോ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഒന്നില്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ പഴയ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാകും ഇതുപോലെ പിക്ചേഴ്സ് കട്ട് ചെയ്ത് സൂക്ഷിക്കാം. അല്ലെങ്കിൽ പേപ്പർ മാർട്ടിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 rupees ഒറ്റ ഷീറ്റ് ഇങ്ങനെ കിട്ടും. നമ്മൾ മക്കൾക്ക് വേണ്ടി പ്രോജക്റ്റിനും അതിനൊക്കെ നമ്മൾ അത് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അത് വാങ്ങിക്കുക, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നൊക്കെ പിക്ചേഴ്സ് ഒക്കെ കിട്ടുന്നതൊക്കെ കട്ട് ചെയ്ത് വെക്കുക. അപ്പൊ നമ്മൾ ശരിക്കും ഈ റെക്കോർഡ് റെഫറൻസ് ആക്കി വെച്ചിട്ടാണ് പലപ്പോഴും കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് പോകുന്നത്. അപ്പൊ വൺസ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞു, അപ്പൊ ഒരു ക്ലാസ്സിന് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും ചെയ്യാനായിട്ട്. ആദ്യമായിട്ട് ചെയ്യുന്ന പോലെ തോന്നില്ലല്ലോ. അതിനു വേണ്ടിയിട്ടാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നമ്മളുടെ ക്രിയേറ്റിവിറ്റി, പിന്നെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പേജ് ഡിസൈൻ ചെയ്യാം. ഇറ്റ്സ് യുവർ റെക്കോർഡ്. ഞാൻ എന്താ കഴിഞ്ഞൊരു ബാച്ചിലെ കുട്ടികൾ ഇങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ ഫ്ലവേഴ്സും ഇങ്ങനെ വള്ളി പോലെയൊക്കെ വരച്ച് നല്ല ഭംഗിയായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ദൂരം ടൈം എടുത്തിട്ട് എഫേർട്ട് എടുത്ത് ചെയ്തതല്ലേ. അങ്ങനെയൊക്കെ ചെയ്യാം. ഞാൻ അങ്ങനെ കൂടുതലൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഓക്കെ, പ്രോവർബ്സ് ഇതാണ്. പിന്നെ നെക്സ്റ്റ് 2 എണ്ണാണ് എല്ലാവർക്കും എപ്പോഴും കൺഫ്യൂഷൻ വരുന്നത്. റിഡിൽസ് ആൻഡ് പസിൽസ്. മലയാളത്തിൽ പറയുവാണെങ്കിൽ കടങ്കഥകൾ, റിഡിൽസ്. പസിൽസ് നമുക്ക് കുസൃതി ചോദ്യം, ട്രിക്കി ക്വസ്റ്റ്യൻസ്. തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എപ്പോഴും മാറിപ്പോവാനുള്ള ചാൻസസ് ഉണ്ട്. കടങ്കഥയുടെ പ്രത്യേകത എന്താ? ഉത്തരം ഉണ്ടാവോ അതിനൊരു? അതിന്റെ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയായിരിക്കും? സ്റ്റേറ്റ്മെന്റും ആൻസറും കൂടെ പെട്ടെന്ന് നമുക്ക് കണക്ട് ആവുമോ? ഒറ്റത്തെ സ്റ്റെപ്പിന് അടപ്പില്ല, നമുക്ക് ഒട്ടും കണക്ട് ആവില്ല അല്ലെ. അത് കിണറാന്ന് ആൻസർ പറഞ്ഞു കഴിയുമ്പോ അതൊരു ഇതായിരിക്കും നമുക്ക്, അല്ലേ? അങ്ങനെയല്ലേ കടങ്കഥ? ആൻസർ കിട്ടുമ്പോ ഇതായിരുന്നു, എനിക്ക് ഒട്ടും തോന്നിയില്ല, അങ്ങനെ നമ്മൾ പറയുമായിരുന്നു അല്ലെ കടങ്കഥ കേൾക്കുമ്പോ. കടങ്കഥയുടെ പ്രത്യേകത അതാണ്. അത് ഇങ്ങനെ അതിന്റെ ഉള്ളിൽ ഇങ്ങനെ നിഗൂഢമായിരിക്കും ആൻസർ. അപ്പം പറയുന്ന സ്റ്റേറ്റ്മെന്റും ആൻസറുമായിട്ട് നമുക്ക് ഒരു കണക്ഷൻ തോന്നില്ല. നമ്മളിങ്ങനെ തല്ല പോയിരുന്ന് ആലോചിക്കും, നമുക്ക് കടങ്കഥയുടെ ആൻസർ കിട്ടില്ല. പക്ഷെ പസിൽസ്, കുസൃതി ചോദ്യങ്ങൾ അങ്ങനെയല്ല. സം ഫാക്ട് ഈസ് ദെയർ. ആ സ്റ്റേറ്റ്മെന്റ് ഒരു ഫാക്ട് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, കൂടുതലും ഞാൻ ഇതിനകത്ത് ഈ പസിൽസിൽ ഞാൻ കൂടുതലും സ്റ്റേറ്റ്മെന്റ് വരുന്നത് വേർഡ് പസിൽസ് ആട്ടോ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് പല രീതിയിൽ പസിൽസ് ഉണ്ട്. പിക്ചർ പസിൽ, ക്രോസ് വേർഡ് പസിൽ, അല്ലെ? കളിക്കുടിക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പക്ഷെ ഇതിനകത്ത് സ്റ്റേറ്റ്മെന്റ് പോലെ വരുന്ന പസിൽസ് മാത്രമേ എഴുതിയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് 4ാമതൊരു റെക്കോർഡ് ഉണ്ട് അല്ലെ, അതില് പസിൽസ് ഉണ്ട്. നമുക്ക് പിക്ചർ പസിൽ വരുന്നുണ്ട്, വേർഡ് പസിൽ വരുന്നുണ്ട്, ഒളിഞ്ഞിരിക്കുന്ന ജീവിയെ കണ്ടുപിടിക്കുക, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇല്ലേ, പസിൽസ് ഒക്കെ ഇല്ലേ, അതെല്ലാം അതിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതില് ഞാൻ ക്രോസ് വേർഡ് പസിൽ ഒന്നും എഴുതാതിരുന്നത്. എഴുതിയെന്ന് വെച്ചാൽ തെറ്റൊന്നുമില്ല, പക്ഷെ 4th റെക്കോർഡിൽ എഴുതുമ്പോൾ റിപ്പീറ്റ് ചെയ്യരുത്, സെയിം വേറെ പുതിയത് എഴുതി ഉണ്ടാക്കും, അത്രയേ ഉള്ളൂ. കുസൃതി ചോദ്യം, ട്രിക്കി ക്വസ്റ്റ്യൻ, അതാണ് പസിൽസ്. പസിലിൽ നമ്മളെ റിലേഷൻഷിപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇല്ലേ, അതായത് എന്താ പറയാ, ഡേ, അതുപോലെ ഡേയ്സിന്റെ, അതായത് ഇപ്പൊ പസിലിൽ ഞാൻ എഴുതി വെച്ചത് റാണീസ് മോം ഹാഡ് 3 children. The first was June, the second was July. What was the name of third child? അങ്ങനെയൊക്കെയുള്ള കുസൃതി ചോദ്യങ്ങളില്ലേ, അതാണ് ഞാൻ പസിൽസിൽ എഴുതിയത്. പിന്നെ ക്യാൻ യു നെയിം 3 consecutive days without using the words
മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ ആൻഡ് സൺഡേ. അങ്ങനെ ഉള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ആൻസർ എന്ത് വരും? Can you name 3 consecutive days without using the words Monday, Tuesday, Wednesday, Thursday, Friday, Saturday, and Sunday? Today, yesterday, tomorrow. Today, yesterday, tomorrow. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഞാൻ പസിൽസിൽ ഇട്ടത്. കാരണം ഞാനിത് പറയാൻ കാരണം എല്ലാ ബാച്ചുകാർക്ക് റിഡിൽസും മസിൽസും ആകെ കൺഫ്യൂസ്ഡ്. നോ പ്രോബ്ലം, നിങ്ങൾ എങ്ങനെയും ചെയ്തോളൂ, ഒരു പ്രശ്നമില്ല. പിന്നെ ഇങ്ങനെ പൊസിഷൻ വെച്ചിട്ട് ഹരി ഈസ് സ്റ്റാൻഡിങ് ബിഹൈൻഡ് ഗോപാൽ ആൻഡ് അറ്റ് ദ സെയിം ടൈം ഗോപാൽ ഈസ് സ്റ്റാൻഡിങ് ബിഹൈൻഡ് ഹരി. ഹൗ ഈസ് ദിസ് പോസിബിൾ? ബോത്ത് ആർ സ്റ്റാൻഡിങ് വിത്ത് ദെയർ ബാക്സ് ടുവേർഡ്സ് ഈച്ച് അതർ. രണ്ടുപേരിങ്ങനെ തിരിഞ്ഞു നിൽക്കുവാണെന്നുള്ളത്. പിന്നെ ഇതൊന്നും കുഞ്ഞുങ്ങളോട് ചിലപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്നൊന്നും ആൻസർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുമെന്നും പറ്റില്ല കേട്ടോ. അവര് പെട്ടെന്ന് ചിലപ്പോൾ ആൻസർ ചെയ്യുമായിരിക്കും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് പസിൽസിൽ ചെയ്തത്. ഓക്കെ, അപ്പൊ ഇത് റിഡിൽസ് ആൻഡ് പസിൽസ് എഴുതാലോ? കുഴപ്പമില്ലല്ലോ. അത് ഞാൻ എത്ര എഴുതിയ 10 ഞാനും 10 എഴുതിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ അടുത്തത് ട്രഡീഷണൽ നോളജ് ഫ്രം ദി എൽഡേഴ്സ്. ഇത് ഒറ്റ കാര്യം എനിക്ക് നിർബന്ധമുള്ളൂ. പണ്ടത്തെ ആൾക്കാർ നമുക്ക് പല പല ഇൻഫർമേഷൻസ്, നോളജ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ടല്ലേ. ഈ പറയുന്നത് ബ്ലൈൻഡ് ബിലീഫ് ആകരുത്, ഫാക്റ്റ് ആയിരിക്കണം. അതായത് സയന്റിഫിക് ആയിട്ടുള്ള കാര്യമായിരിക്കണം, അല്ലാതെ അന്ധവിശ്വാസം പോലുള്ള കാര്യങ്ങളാവരുത്. അതേ ഉള്ളൂ നിർബന്ധം, വേറൊന്നുമില്ല. പണ്ടത്തെ ആൾക്കാർ പറഞ്ഞു. ഞാൻ എഴുതി വന്നപ്പോ എല്ലാം ഹെൽത്ത് റിലേറ്റഡ് ആയി. അങ്ങനെ ആയാലും പ്രശ്നമില്ല കേട്ടോ. അതായത് മാംഗോ ലീവ്സ് ആൻഡ് നീം സ്റ്റിക്ക് ആർ ഗുഡ് ഫോർ ക്ലീനിങ് ടീത്ത് അല്ലെ? പണ്ടത്തെ ആൾക്കാർ ചെയ്യുന്ന ഒരു പരിപാടിയല്ലേ. മാങ്ങയുടെ ഇലയും പിന്നെ അരിവേപ്പിന്റെ ആ സ്റ്റിക്കൊക്കെ വെച്ചിട്ട് പല്ല് ക്ലീൻ ചെയ്യുന്നു. പിന്നെ ക്ലോവ് ആൻഡ് കാർഡമം ആർ വെരി ഗുഡ് മൗത്ത് ഫ്രഷ്നർ. നമ്മൾ കാശൊക്കെ കൊടുത്ത കെമിക്കലൊക്കെ ഉള്ള മൗത്ത് ഫ്രഷ്നർ വാങ്ങുമ്പോൾ പഴയ ആൾക്കാര് വീട്ടിലിരുന്ന് പറയും അതിന് പകരം ഒരു ഇലക്ക എടുത്ത് ചവച്ചാ പോരെ എന്ന് ചോദിക്കില്ലേ. ക്ലോവ് ആൻഡ് കാർഡമം ആർ വെരി ഗുഡ് മൗത്ത് ഫ്രഷ്നർ. പിന്നെ കൊതുക് പോകാനായിട്ട് ഡ്രൈ ആയിട്ടുള്ള വേപ്പിന്റെ ഇല കത്തിക്കുക. ഞാൻ എഴുതി വന്നപ്പോ പിന്നെ നമ്മളെ അരിന്റെ നെല്ലിന്റെ തവിട് കൊണ്ട് പുമിക്കരി. അതെ, അതുപോലുള്ള കുറച്ച് എഴുതി വന്നപ്പോ എല്ലാം ഇങ്ങനെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട്. പിന്നെ ചൂ ജിഞ്ചർ വിത്ത് സോൾട്ട്, ഗുഡ് മെഡിസിൻ ഫോർ ഡിസെൻട്രി. വയറിന് എന്തെങ്കിലും അപ്സെറ്റ് ആവുമ്പോൾ നമ്മൾ ചെയ്യുന്നത്. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അങ്ങനെ കുറെ കുറച്ച് കാര്യങ്ങൾ. സെല്ലിങ് വരുമ്പോൾ നമ്മൾ ലൂക്ക് വാം വാട്ടറിൽ ഉപ്പിട്ടിട്ട് ആ നീരുള്ള ഭാഗത്ത് pour the water on the selling area, good remedy for selling എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് എഴുതിയിട്ട് ദാറ്റ്സ് അപ് ടു യു. വീട്ടിലെ പ്രായ ആരെങ്കിലൊക്കെ ഉണ്ട്, അമ്മൂമ്മമാരോ മുത്തശ്ശിമാരൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ ചോദിച്ച്. ബട്ട് ഓൺലി ദിസ് തിങ് ഇസ് എ ബ്ലൈൻഡ് ബിലീഫ്. അന്ധവിശ്വാസമുള്ള കാര്യങ്ങളാവരുത്, ഫാക്റ്റ് ആയിരിക്കണം. ഓക്കെ, അതും അവിടെ വരെ എഴുതാലോ. ട്രഡീഷണൽ നോളജ്. കടങ്കഥ എഴുതുമ്പോ പിക്ചർ ഒട്ടിക്കണോ മാഡം? ഇല്ല, പിക്ചർ ഒട്ടിക്കണമെന്നില്ല. നിങ്ങൾക്ക് ചിലർ ചോദിച്ചു ഞാൻ ആൻസർ പിക്ചർ അങ്ങനെ ഒട്ടിച്ചോട്ടെ. ചെയ്യാം, അതൊക്കെ നമുക്ക് ചെയ്യാവുന്നത്. നമുക്ക് മോഡിഫൈ ചെയ്യാം. നിർബന്ധം ഇല്ല, ബട്ട് യു ക്യാൻ ഡു. ഇതുവരെ എന്തായാലും എഴുതൂ. ബാക്കി ഞാൻ അടുത്ത ദിവസം പറഞ്ഞു തരാം. ബാക്കി കുറച്ച് പറഞ്ഞു തരാനുണ്ട് അടുത്തത്. അതുകൊണ്ട് അതിൽ കുറച്ച് കൺഫ്യൂഷൻ എല്ലാവർക്കും വരുന്നുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ അത് പറയാം. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ഒക്കെ നോട്ട് ചെയ്ത് കളക്ട് ചെയ്തൊക്കെ വെക്കും. കുട്ടികളുടെ പഴയ ബുക്സ് ഒക്കെ എടുത്തു വെച്ച് നോക്കി ഒക്കെ കട്ട് ചെയ്തൊക്കെ എടുക്കാൻ പറ്റുന്നൊക്കെ കട്ട് ചെയ്തെടുക്കൂ. പിന്നെ മനസ്സിൽ എന്തെങ്കിലും കഥകളൊക്കെ ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയുള്ള പിക്ചേഴ്സ് പലപ്പോഴും നമുക്ക് പല ബുക്കുകളിൽ നിന്നൊക്കെ കിട്ടും. ഒന്നും ഇപ്പൊ പെട്ടെന്ന് എടുത്ത് ആക്രക്കി കൊടുക്കണ്ട, എല്ലാം ഒന്ന് എടുത്തു വെച്ചോ, നമുക്ക് ആവശ്യമുള്ളൂ. നമ്മൾ റെക്കോർഡ് ബുക്ക് വാങ്ങാൻ പോകുമ്പോ 2 ഫുൾ പ്ലെയിൻ ആയിട്ടുള്ളതും 3 ഒരു ഭാഗം പ്ലെയിനും ഒരു ഭാഗം ലൈന്, അങ്ങനെയല്ലേ? അതെ, റൈറ്റ്. 120 പേജൊക്കെ മതിയാകും.
ഇത് വാങ്ങുമ്പോഴാണ് രണ്ടെണ്ണം ഒരെണ്ണത്തിൽ എഴുതിക്കൂട്ടെ. അപ്പൊ അങ്ങനെ, കാരണം നമ്മള് അത് കൊണ്ടുപോയി സ്പ്ലിറ്റ് ആക്കി ബൈൻഡ് ചെയ്യാൻ കൊടുക്കുമ്പോ ഭയങ്കരമായിട്ട് അവര് കാശ് വാങ്ങും. അതിലും നല്ലത് നമ്മൾ ശ്രദ്ധിച്ച് റെക്കോർഡ് ബുക്ക് ഒരു 120-150 പേജസ് അതിനപ്പുറത്തേക്ക് പോകണ്ട. കൂടി വന്നോ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് അനുസരിച്ച് 1 പേജോ 2 പേജോ ഒക്കെ എക്സ്ട്രാ വേണ്ടി വരുവാണെങ്കിൽ നമുക്കൊരു പേജ് അവിടെ പേസ്റ്റ് ചെയ്ത് ഒട്ടിച്ചാൽ പോരെ. നമുക്ക് കുറവ് പേജ് ആവശ്യം വന്നൊരു റെക്കോർഡിൽ നിന്ന് പേജ് എടുത്ത് പേസ്റ്റ് ചെയ്താലും മതിയാകും. അറിയാത്ത രീതിയിലൊക്കെ നമുക്കത് നീറ്റായിട്ട് ചെയ്ത് വെച്ചാൽ മതി. അതിനൊക്കെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഈ വലിയ റെക്കോർഡ് വാങ്ങിച്ചിട്ട് അയ്യോ എന്ത് ചെയ്യും, ഒന്നും ആയില്ല, പകുതി പോലും ആയില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കരഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതൊന്നും ഒഴിവാക്കാൻ എങ്ങനെയാന്ന് പറഞ്ഞാൽ 120-150 പേജസ്, മേ ബി 90-120 rupees അത്രയൊക്കെ ആവാനേ ചാൻസ് ഉള്ളൂ. 70 rupees-നും 80 rupees-നും ഒക്കെ ആദ്യത്തെ ബാച്ചിനൊക്കെ കിട്ടിയിരുന്നു. അപ്പൊ ഇപ്പൊ പലരും പറയേണ്ടത് 90-120 ഒക്കെ ആയി എന്നൊക്കെ പറയുന്നുണ്ട്. നോക്കൂ, ആദ്യം ഒരു വർക്ക് പറഞ്ഞില്ലേ അംഗനവാടിയിൽ പോയിട്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യം, അത് നമ്മൾ റെക്കോർഡ് വീഡിയോ എടുത്ത് സബ്മിറ്റ് ചെയ്യുക അങ്ങനെ വല്ലതും ചെയ്യണോ? അങ്ങനെ ഒന്നും വേണ്ട. ആര്യ പോവുകയാണെങ്കിൽ പിറ്റേ ക്ലാസ്സിൽ വരുമ്പോ ജസ്റ്റ് ഹോൾ ക്ലാസ്സിനോടൊന്ന് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടുമല്ലോ. വീഡിയോ ഒന്നും എടുക്കുകയൊന്നും വേണ്ട. ഇനി അങ്ങനെ നല്ല രീതിയിൽ അവരൊരു വീഡിയോ എടുത്ത് അതൊരു ഷോർട്ട് വീഡിയോ പോലെ ആക്കി അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യും. എന്റെ നമ്പർ ഉണ്ടോ നിങ്ങളുടെ കയ്യില്? എന്റെ നമ്പർ ഇല്ല മാം, ഇല്ല. ഞാനിപ്പോ ചാറ്റ് ബോക്സിൽ ഇട്ടേക്കാം. കോൾ ചെയ്താൽ എനിക്ക് എടുക്കാൻ പറ്റുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സിലായിരിക്കും, വേറെ പല കാര്യങ്ങൾക്കൊക്കെ പോകുന്നുണ്ട്, അങ്ങനെയൊക്കെ ആയിരിക്കും. അതേസമയം എമർജൻസി ആണ്, അങ്ങനെ കോൾ ചെയ്തിട്ട് എടുത്തില്ലെങ്കിൽ ഒരു മെസ്സേജ് അപ്പൊ ഇടുക, അപ്പൊ ഞാൻ തിരിച്ചു വിളിക്കും. പിന്നെ മെസ്സേജിന് ഞാൻ റെസ്പോണ്ട് ചെയ്യും. വാട്സപ്പ് മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെ എന്റെ കോൾ ചെയ്യുന്നതും വാട്സപ്പ് ചെയ്യുന്ന നമ്പറും ആണിത്. ഓക്കെ മിസ്സേ, ഹലോ മിസ്സേ, ഒരു കാര്യം ചോദിച്ചോട്ടെ? മിസ്സേ, ഇപ്പൊ ഈ റെക്കോർഡിന്റെ ഇത് പറഞ്ഞല്ലോ, ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞല്ലോ, ഇതിലിപ്പോ പറയുന്നത് മാത്രമേ ഉള്ളൂ അതോ നമുക്ക് മിസ് ഇതായിട്ട് ഇടുവോ ഗൂഗിൾ ക്ലാസ്സില്? ഞാൻ ഈ PDF അയച്ചു തരും. PDF ഫയലാണ് ഞാൻ അയച്ചു തരും. ഓരോ പേജിലും ഓരോ റെക്കോർഡിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിട്ടുണ്ട്, കാണിച്ചു തരാം. ഫസ്റ്റ് റെക്കോർഡ്, സെക്കൻഡ് റെക്കോർഡിന്റെ ഡീറ്റെയിൽസ്, അതുപോലെ 3rd വൺ, 4th വൺ വരെ ഉണ്ട്. 5th വൺ നിങ്ങൾക്ക് അങ്ങനെ റെക്കോർഡിന്റെ ഒരു കോപ്പി തരും, അത് നോക്കി കോപ്പി ചെയ്താൽ മതി. അതുകൊണ്ട് 4 വരെ ഇതിനകത്തുള്ളൂ കേട്ടോ. ശരി. അപ്പൊ മിസ്സേ, ഞാൻ ഒന്നുകൂടെ ചോദിച്ചോട്ടെ? ഇതിപ്പോ നമ്മള് എഴുതുമ്പോ ഇതിന്റെ അനുസരിച്ചുള്ള ഈ തന്നേക്കുന്ന ക്വസ്റ്റ്യൻ എഴുതിയിട്ട് വേണ്ട ആൻസർ ചെയ്യാനായിട്ട്? അതെ. പിന്നെ അത് തന്നെ ഓർഡർ നിർബന്ധമില്ല കേട്ടോ. ഇല്ല. ആദ്യം വൈൽഡ് അനിമൽസ് ഒട്ടിച്ചു, കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് ഫിഷസ് അത് പേസ്റ്റ് ചെയ്യണം, അങ്ങനെ ചെയ്യാം. അങ്ങനെ അതിനകത്ത് ഓർഡർ നിങ്ങൾ നോക്കണ്ട. ആ ഒരു റെക്കോർഡിന്റെ കണ്ടന്റ്സ് പറഞ്ഞിരിക്കുന്നത് ആ ഒരു റെക്കോർഡിൽ തന്നെ ആയിരിക്കണം. അതിനകത്ത് കണ്ടന്റ്സിന്റെ ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത് പ്രോബ്ലം ഇല്ല. ഇപ്പൊ റിഡിൽസ് പസിൽസും ആണ് ആദ്യം എഴുതിയത്, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പ്രോവർബ് എഴുതാൻ പോകുന്നത്. നോ പ്രോബ്ലം. പിന്നെ എക്സ്ട്രാ നിങ്ങൾക്ക് ചേർക്കണം എന്ന് തോന്നുന്നു, അത് ചേർക്കാം. കാരണം ഞാൻ എഴുതിയ കളക്ഷൻ ബുക്കിൽ മോണുമെന്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ മോണുമെന്റ്സ് പിന്നെ അങ്ങനെ ചെയ്തോട്ടെ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ചെയ്യാം. 7 വണ്ടേഴ്സിന്റെ പിക്ചേഴ്സ് ഒട്ടിക്കണോ, അത് ഒട്ടിക്കാം. പിന്നെ ഞാൻ ട്രാൻസ്പോർട്ടേഷൻ ഒരുമിച്ചായിരുന്നു, ജനറലി ആയിരുന്നു കൊടുത്തിരുന്നത്. അപ്പൊ അവര് പറഞ്ഞു ബൈ റോഡ് ഉള്ളത് സെപ്പറേറ്റ്, കുട്ടികൾ പറഞ്ഞു കേട്ടോ, ബൈ റോഡ് സെപ്പറേറ്റ്, വാട്ടർ ലോഡ് ഉള്ളത് സെപ്പറേറ്റ്, എയർ ലോഡ് സെപ്പറേറ്റ്, അങ്ങനെ ചെയ്യട്ടെ എന്ന് വെച്ചു. ദാറ്റ്സ് അപ് ടു യു, അതൊന്നും ഒരു പ്രോബ്ലം ഇല്ല. പക്ഷെ നമ്മുടെ കണ്ടന്റുമായിട്ട് മാച്ച് ആവാത്ത ഒന്നും അങ്ങനെ നോക്കിയാൽ മതി. കൽക്കട്ടയിലെ ഉടനെ സബ്മിറ്റ് ചെയ്യണോ? അയ്യോ വേണ്ട വേണ്ട. നമ്മളിപ്പോ നിങ്ങളൊക്കെ റെക്കോർഡൊക്കെ വാങ്ങിച്ച് എല്ലാവരുടെ കയ്യിലും റെക്കോർഡ് ആയിട്ടൊക്കെ കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ അതിനെ പറ്റി പറയുള്ളൂ. അപ്പൊ എല്ലാരും പറഞ്ഞു മാം ഒരു ഡെഡ് ലൈൻ പറയുവാണെങ്കിൽ ഞങ്ങള് അത് എയിം ചെയ്ത് തീർക്കും, പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ സമയം ഉണ്ടെന്ന് കരുതി വിചാരിക്കുന്നൊക്കെ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഡെഡ് ലൈൻ പറയുന്നത്. ഇപ്പൊ ഞാൻ ഡെഡ് ലൈൻ പറഞ്ഞിട്ടില്ല, കാരണം റെക്കോർഡ് വാങ്ങിച്ചിട്ടില്ലല്ലോ. എല്ലാരും ഇനി പതുക്കെ ഈ ഒരാഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച കൊണ്ടൊക്കെയല്ലേ വാങ്ങുള്ളൂ. ക്ലാസ് റൂമിൽ പറയത്തില്ലേ റെക്കോർഡിനെ പറ്റി? ക്ലാസ് റൂമിൽ പറയാന്ന് പറഞ്ഞാൽ ഈ PDF അയച്ചിടും.
അല്ല മാം, ഇതെന്ന് സബ്മിറ്റ് ചെയ്യണം എന്ന് ചെയ്യാൻ തുടങ്ങുന്നത് പറയത്തില്ലേ? ആ അത് ക്ലാസ്സിൽ ഇടുന്നോ റിസൾട്ട്? അല്ല മാം, ഇത് ചെയ്ത് തുടങ്ങാൻ ഡേറ്റ് പറയത്തില്ലേ? അത് ഞാൻ നമ്മുടെ ക്ലാസ്സിൽ അത് പറയുമ്പോൾ നിങ്ങളൊന്ന് നിങ്ങളുടെ പേഴ്സണൽ പ്ലാറ്റ്ഫോമിൽ തട്ടിപ്പോ. ഓക്കെ ഓക്കെ. അയ്യോ, അതല്ലേ നല്ലത്. അപ്പൊ എല്ലാരും ഒന്ന് അറിയാൻ, നമുക്ക് ഉദ്ദേശിച്ച് നമ്മുടെ കുട്ടിമാരൊക്കെ അറിയണം എന്നുള്ളതല്ലേ. ഓക്കെ ഓക്കെ. ഈ വിവരങ്ങളൊക്കെ നിങ്ങളൊന്ന് പരസ്പരം ഷെയർ ചെയ്യുവാണെങ്കിൽ നന്നായിരിക്കും. ഓക്കെ, സൈൻ ഔട്ട് ഉണ്ടോ? Yes, ma'am. I am Mubina. Thank you everyone for being part of today's online class. It was wonderful learning with all of you. Thank you, Jisha ma'am, for your hard work and dedication. I look forward to seeing you all at our next class. Thank you. ഓക്കെ ബൈ, ഹാവ് എ നൈസ് ഡേ. ഇനി നമുക്ക് ക്ലാസ് ഇന്ന് ട്യൂസ്ഡേ അല്ലേ? നെക്സ്റ്റ് ട്യൂസ്ഡേ ക്ലാസ് ഉണ്ടാവുമോ? വിഷുവിന്റെ അവധി വരുമോ? വിഷുവിന്റെ പിറ്റേ ദിവസം ക്ലാസ് ഉണ്ടാവുമെന്ന് അറിയില്ല, ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. വിഷുവിന് അവധിയായിരിക്കും. ഹാപ്പി വിഷു ടീച്ചർ. ഹാപ്പി വിഷു. താങ്ക് യു മിസ്. മാം ഒരു കാര്യം ചോദിച്ചോട്ടെ? താങ്ക് യു മാം. മറ്റേ നമ്മുടെ ക്ലാസ് റൂമിൽ ടീച്ചിങ് മാനുവൽ ഇട്ടിട്ടില്ല, അതെന്തായിരുന്നു സംഭവം? അതൊന്ന് പറഞ്ഞുതരാമോ? എന്താണ്? അതാരാ നിങ്ങൾക്ക് ഇപ്പൊ ഇട്ട് തന്നേ? എല്ലാ ബാച്ചും ഇട്ട് വെച്ചതായിരിക്കും. അത് വേറൊന്നുമല്ല, നമ്മുടെ ടീച്ചിങ് പ്രാക്ടീസിന് പോവുമല്ലോ. നമ്മൾ ടീച്ചിങ് പ്രാക്ടീസിന് പോവില്ലേ? അത് കോഴ്സിന്റെ ഒരു 6 month ആവുമ്പോഴാണ് ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്നത്. അതായത് നമ്മള് മോണ്ടിസോറി മെത്തേഡ് പാർട്ട് 3 പഠിച്ചു തുടങ്ങുമ്പോഴാണ് ടീച്ചിങ് പ്രാക്ടീസിന് പോകാൻ ഏറ്റവും ടൈം. ടീച്ചിങ് പ്രാക്ടീസ് ഡെയിലി നമ്മള് പ്രിപ്പയർ ചെയ്യേണ്ട ഒരെണ്ണമാണ് ടീച്ചിങ് മാനുവൽ. സാധാരണ B.Ed അങ്ങനെയുള്ളതിനൊക്കെ എന്താ പറയാ, ലെസൺ പ്ലാൻ ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷെ ലെസൺ പ്ലാൻ ഇല്ല. മ്യൂട്ട് ചെയ്യാമോ? ഉനേസ് ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ഓക്കെ, താങ്ക് യു. ലെസൺ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ നാളെ ക്ലാസ് എടുക്കാൻ പോകുന്നു, അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് ക്ലാസ് എടുക്കാൻ പോകുന്നത് എന്താണെന്നുള്ളതാണ് ലെസൺ പ്ലാനിൽ വരുന്നത്. നമുക്ക് മോണ്ടിസോറി മെത്തേഡ് നമ്മൾ ചെല്ലുമ്പോൾ കുട്ടികളുടെ മൂഡ് അനുസരിച്ചാണ് നമ്മൾ ആക്ടിവിറ്റി മാറ്റുന്നത്. നമ്മൾ ചെല്ലുന്നത് ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ പ്ലാൻ ചെയ്ത് ചെല്ലുമായിരിക്കും. ഇന്നൊരു കഥ പറയാം. അപ്പൊ അവര് പറയാ, ടീച്ചർ ഇന്ന് നമുക്ക് ആക്ഷൻ സോങ് മതി എന്ന് പറയുമ്പോഴേക്കും നമുക്ക് കഥ പറയാൻ പറ്റില്ലല്ലോ, നമ്മൾ നേരെ ആക്ഷൻ സോങ്ങിലേക്ക് മാറും. അവിടെ കുട്ടികളുടെ ഇൻട്രസ്റ്റിനാണ് ഇമ്പോർട്ടന്റ്. അതാണ് ക്ലാസ് കഴിയുന്ന അന്ന് വൈകിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ടീച്ചിങ് മാനുവൽ. നമ്മൾ എന്ത് ആക്ടിവിറ്റിയാണ് കുട്ടികൾക്ക് കൊടുത്തത്, ആക്ടിവിറ്റി ഞാൻ കൗണ്ടിങ് ആണ് കൊടുത്തതെന്ന് വിചാരിച്ചു. കൗണ്ടിങ് പഠിപ്പിക്കാനാ പോകുന്നത്. റിസൾട്ട് എന്താ? നമുക്ക് കിട്ടേണ്ട റിസൾട്ട് എന്താ? കുട്ടികൾ കൗണ്ടിങ് പഠിക്കണം, നമ്പേഴ്സ് ഐഡന്റിഫൈ ചെയ്യണം, നമ്പേഴ്സ് ഫെമിലറൈസ് ചെയ്യണം. ഓക്കെ, അതിന്റെ ആ കോളത്തിന്റെ താഴെ അനാലിസിസ് അല്ലെങ്കിൽ ഒബ്സർവേഷൻ ഒരു ഭാഗമുണ്ട്. അതായത് ഈ കൗണ്ടിങ് ചെയ്യിക്കാനായിട്ട് നമ്മൾ കൊടുത്ത ആക്ടിവിറ്റി, അത് ചിലപ്പോൾ റൈം ആയിരിക്കാം, സ്റ്റോറി ആയിരിക്കാം, ആക്ഷൻ സോങ് ആയിരിക്കാം. അത് കൊടുത്തപ്പോൾ കുട്ടികളുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? അവർ എൻജോയ് ചെയ്തു, അവർ റിപ്പീറ്റ് ചെയ്തു, അവർ ഭയങ്കര ഹാപ്പി ആയി. അങ്ങനെ നമ്മൾ കാണുന്ന കുട്ടികളുടെ പോസിറ്റീവ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് ഈ അനാലിസിസിൽ നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അവർ ഇത്ര തവണ റിപ്പീറ്റ് ചെയ്തു, 5 പ്രാവശ്യം ചെയ്തു, അല്ലെങ്കിൽ 6 പ്രാവശ്യം ചെയ്തു, ഇനിയും ചെയ്യണമെന്ന് പറഞ്ഞു, നാളെയും ചെയ്യണമെന്ന് പറഞ്ഞു. ഇതൊക്കെയാണ് നമ്മൾ അനാലിസിസിൽ എഴുതുന്നത്. അപ്പോൾ പക്ഷെ നമ്മൾ പോകുന്ന സ്കൂളുകളിൽ ചിലപ്പോൾ പ്യുവർ മോണ്ടിസോറി ഒന്നും ആയിരിക്കില്ല. അവര് നമ്മളോട് ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യാനായിട്ട് പറയും. അപ്പൊ നമ്മൾ ചോദിക്കണം, ലെസൺ പ്ലാൻ അവർക്കൊരു ഫോർമാറ്റ് ഉണ്ടോ എന്ന് ചോദിക്കണം. അപ്പൊ ചില സ്കൂളുകാർ തരും. അപ്പൊ അവർ പറയും, ഇല്ല, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെത്താൻ ഒരു ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും. ഇനി അവരതൊക്കെ പറഞ്ഞാലും നമ്മളൊരു ടീച്ചിങ് മാനുവൽ ദിവസവും എഴുതിയിട്ട് അവിടുത്തെ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ മെയിൻ ടീച്ചറെ കൊണ്ടൊന്ന് ഇനീഷ്യലിയോ സൈൻ ചെയ്യിക്കുക നല്ലതായിരിക്കും. കാരണം നമ്മൾ 10 ദിവസം ടീച്ചിങ് പ്രാക്ടീസ് ചെയ്തു, 10 ദിവസം ടീച്ചിങ് മാനുവൽ എഴുതി. കുറെ കാലം കഴിയുമ്പോൾ നമുക്ക് അന്നത്തെ ദിവസം ഞാൻ എന്തൊക്കെയാ ചെയ്യിച്ചെന്ന് നോക്കാനുള്ള ഒരു റെഫറൻസ് ആണ് ഈ ടീച്ചിങ് മാനുവൽ. ടീച്ചിങ് മാനുവൽ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓ, ഞാൻ ഈ ആക്ടിവിറ്റി ഒക്കെയാണ് ചെയ്തതെന്നുള്ളത്. അങ്ങനെ നമുക്കുള്ളൊരു നല്ലൊരു റെഫറൻസ് ആണത്. നമുക്ക് കൂടുതലായിട്ട് കുട്ടികൾക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും അതൊക്കെ മനസ്സിലാക്കാനാണ് ടീച്ചിങ് മാനുവൽ ചെയ്യിപ്പിക്കുന്നത്. മനസ്സിലായോ? അതിന്റെ ഒരു ഫോർമാറ്റാ.
അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നോട്ട്ബുക്കിൽ ദിവസവും വരച്ചോണ്ട് പോകാം, അല്ലെങ്കിൽ A4 ഷീറ്റിൽ വരച്ചിട്ട് ഫയൽ ചെയ്ത് വെക്കാം. ദാറ്റ്സ് അപ് ടു യു. വലിയ കഥകളൊന്നും എഴുതണ്ട, സിമ്പിൾ സെന്റൻസിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതിയാൽ മതി ടീച്ചിങ് മാനുവൽ. ക്ലിയർ ആയോ? അതിനി ടീച്ചിങ് പ്രാക്ടീസിന് പോണ ടൈം ആവുമ്പോൾ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഓക്കെ, എല്ലാ ബാച്ചിനും ഇട്ട് വെച്ചതായിരിക്കും. കാരണം ടീച്ചിങ് പ്രാക്ടീസിന് പോകാറാകുമ്പോഴാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. പിന്നെ ചില കുട്ടികളൊക്കെ ആ പാർട്ട് 3 ആവുന്നതിന് മുമ്പേ അവരുടെ ഒരു കൺവീനിയൻസ് അനുസരിച്ച് അവർ നേരത്തെ ഒക്കെ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യും. ബട്ട് ഏറ്റവും നമുക്ക് നല്ലത് മോണ്ടിസോറി മെത്തേഡ് പഠിച്ചിട്ട് നമ്മൾ പോകുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ആ മെത്തേഡ് അപ്ലൈ ചെയ്യാലോ. അപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഭയങ്കര മിറാക്കിളാണ് ആ റിസൾട്ട്. അത് കുറെ പേര് ഷെയർ ചെയ്തു ആ മെത്തേഡ് കൊടുത്തു കഴിഞ്ഞപ്പോ കുട്ടികളിലെ മാറ്റം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതുകൊണ്ട് ഇറ്റ്സ് ബെറ്റർ നിങ്ങൾ ആ മെത്തേഡ് അറിഞ്ഞതിന് ശേഷം ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്നതായിരിക്കും കേട്ടോ. ഓക്കെ ഓക്കെ, എന്നാ നമുക്ക് വേണ്ടി ചെയ്യാം. ടീച്ചറിന്റെ മോക്ക് ടെസ്റ്റ് ഇതുവരെ വന്നില്ല. ബാക്കി ടീച്ചേഴ്സിന്റെ ഒക്കെ ടെസ്റ്റ് ഞങ്ങൾ ചെയ്തു ക്ലാസ് റൂമില്. ഞാൻ 2nd 6 തരാന്നല്ലേ? 2nd 6 അല്ലേ നിങ്ങൾക്ക് എടുത്തിരിക്കുന്നേ? ക്വസ്റ്റ്യനൊക്കെ റെഡിയാ, അത് വിട്ടുപോയതാ തരാൻ. സോറി. 3 ബാച്ചിന്റെ മെയിൻ എക്സാം നടക്കുക, 1 ബാച്ചിന്റെ മോഡൽ എക്സാം നടക്കുക. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പറേഷനിൽ ഞാൻ പെട്ടെന്ന് കുറെയൊക്കെ എന്റെ തലേന്ന് പോകും. ഓക്കെ, താങ്ക് യു മിസ്. മാം ഒരു ഡൗട്ട്. മാം കളക്ഷൻ ബുക്കില് നമ്മള് ഈ പ്രോവേഴ്സും പസിൽസ് ഒക്കെ എഴുതണോ? ട്രഡീഷണൽ നോളജ് അതൊക്കെ എഴുതണോ? അത് കളക്ഷൻ ബുക്കിൽ അതെ അതെ. ഓക്കെ ഓക്കെ, ക്ലാസ് റൂമിലേക്ക് ഇട്ടേക്കാം കേട്ടോ. ഓക്കെ മാം, താങ്ക് യു.